തിരുനാൾ കർത്താവും സ്ലീഹന്മാരും പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരാകുന്നു എന്നതുമേൽ നമുക്ക് ധ്യാനിക്കാൻ പ്രിയമുള്ള ഒരു ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട വലിയ വിഷയങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. കുടുംബമാണ് സഭയുടെ അടിസ്ഥാനം. സുവിശേഷം പ്രഘോഷിക്കേണ്ട ഇടം കുടുംബങ്ങളിലെ ഓരോ കുടുംബങ്ങളിലെയും ഓരോ വ്യക്തികളെയും കർത്താവിന്റെ, പ്രത്യേകിച്ച് ഷൂബിന്റെ ഇപ്രാവശ്യത്തെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്നവരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓരോ ദമ്പതികളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഉയർത്താം. ദമ്പതികളുടെ അസ്വാരസ്യങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ കുടുംബത്തിലുണ്ടാകുന്ന ഓരോ വിഷയങ്ങൾ, സാമ്പത്തിക അസ്വസ്ഥതകള്, മാനസിക പ്രശ്നങ്ങള് എല്ലാം പരസ്പരം, കുഞ്ഞുങ്ങള് മാതാപിതാക്കളെ മനസ്സിലാക്കാത്തത്, മാതാപിതാക്കൾ മക്കളെ മനസ്സിലാക്കാത്ത ഉണ്ടാകുന്ന അസ്വസ്ഥതകള്, ഭാരങ്ങള്, ദുഃഖങ്ങള്, ആകുലതകള്, രോഗപീഠകള് എല്ലാം കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് പരിശുദ്ധാത്മാവ് ഒന്ന് നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 4 ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ മറിയത്തിന്റെ മഹത്വപൂർണ്ണമായ സ്വർഗാരോഹണം, തന്റെ ദൈവപൂർണ്ണമായുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാൻ പ്രിയമുള്ളവരെ. ഈ ദിവരസ്യങ്ങൾ സമർപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ രാഷ്ട്രീയ അവസ്ഥകളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഇലക്ഷന്റെ കടന്നു വരുമ്പോൾ ഒരു നമുക്ക് ഉതകുന്ന രീതിയിൽ, ജനത്തിന് നീതിയുക്തമായ രീതിയിൽ ഭരണം കാഴ്ചവെക്കുന്ന മക്കളെ കർത്താവിന്റെ കരങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സഭാ പീഡനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഓർക്കാം. എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക്, എല്ലാവിധ ഞെരുക്കങ്ങളുടെ അവസ്ഥകളിലും ഈ യേശുവിനെ മുറുകെ പിടിക്കുവാൻ വേണ്ടി, ധാർമ്മിക മൂല്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉള്ള രാഷ്ട്രീയ നേതാക്കൾ കടന്നു വരുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. 5 ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, പരിശുദ്ധ മാതാവിനെ സ്വർലോകരാജ്ഞിയായി അവിടുത്തെ ദൈവത്തിന് കിരീടം ധരിപ്പിച്ചതിനെയും അതിൽ സകല വിശുദ്ധരും ഉണ്ടായ സന്തോഷത്തെ കുറിച്ച് നമുക്ക് ധ്യാനിക്കുമ്പോൾ നമ്മള് ഇന്നത്തെ ഈ കൂട്ടായ്മയെ ഒരിക്കൽ കൂടി കർത്താവിന്റെ കരങ്ങളിലേക്ക് അഭിഷേകത്താൽ നിറയുവാൻ, വിശ്വാസത്തിന്റെ പ്രത്യുത്തരം, ഓരോ മക്കളും വിശ്വാസത്തിന്റെ പ്രത്യുത്തരം നൽകുവാൻ തക്കവണ്ണം അതിലേക്ക് വളർന്നു വരുവാൻ, ഇന്നത്തെ ക്ലാസ്സിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ ജീവിതം എന്റെ കർത്താവ് എനിക്ക് ദാനമായി നൽകിയതാണ്, അതിന്റെ ഒരു പ്രത്യുത്തരമായി എനിക്ക് ജീവിതം പരിപൂർണമായി സമർപ്പിക്കണമെന്ന് നമുക്ക് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായത്തിലേക്ക് ആനയിക്കണമേ. ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. യേശുവിനമ്മേ മാതാവേ. ഒലിവിയ ജനി ഒലിവിയ എന്ന് ഉപവാസിച്ചാക്കണേ. ഒലിവിയ തുടങ്ങാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റോമാക്കാർക്കെതിരെ ലേഖനം 10-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു: ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഹോളി ഹോം മിനിസ്ട്രി നടത്തുന്ന അടിസ്ഥാന സത്യങ്ങളെ കുറിച്ചുള്ള പഠനമായ ഷൂബിന്റെ 4-ാം ബാച്ചിന്റെ 5-ാമത്തെ സെഷനിലേക്ക് ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കായിട്ട് ഇന്ന് ഗാനം ആലപിച്ച ചെറിയാൻ ചേട്ടനെയും സമഗ്ര ജപമാല നമുക്ക് നടത്തിയ മിനി ചേച്ചിക്കും ഒത്തിരി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവ് നമ്മളെ അനന്തമായി സ്നേഹിക്കുന്നു. ഈ സ്നേഹം നമുക്ക് മനസ്സിലാക്കുവാനും പങ്കുവെക്കാനും സാധിക്കാത്ത നമ്മുടെ പാപാവസ്ഥയാണെന്ന് നമ്മൾ കഴിഞ്ഞ സെഷനുകളിലൂടെ മനസ്സിലാക്കി. കഴിഞ്ഞ ആഴ്ച നമ്മളെല്ലാവരും ഈസ്റ്റർ ഒക്കെ കൂടിയവരാണ്. അപ്പൊ നമുക്കറിയാം ദൈവപിതാവ് തന്റെ സ്വപുത്രനെ അയച്ചുകൊണ്ട് നമുക്ക് ഈ രക്ഷ സ്വന്തമാക്കി തന്നു. ഈ രക്ഷ ഇനി നമ്മൾ എപ്രകാരമാണ് സ്വന്തമാക്കേണ്ടത് എന്ന് നമ്മൾ ഇന്നത്തെ സെഷനിൽ കാണാൻ പോകുന്നത്. അതിന്റെ ആദ്യത്തെ പടിയാണ് വിശ്വാസ പ്രത്യുത്തരം. വിശ്വാസ പ്രത്യുത്തരം എന്താണെന്നും അത് എപ്രകാരമാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് ജെനി കേസിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ശിംഷയാക്കി സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഒരേക്ക് പ്രത്യേകിച്ച് താങ്ക്സ് ക്ഷണിച്ചതിന്. എല്ലാവർക്കും ഉത്ഥാന തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. അതോടൊപ്പം ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സ്നേഹവും സന്തോഷവും സമാധാനവും നേരുകയും ചെയ്യുന്നു. നമ്മളെല്ലാവരും ഉത്ഥാന തിരുനാളിന്റെ കേൾക്കാമോ? നമ്മളെല്ലാവരും ഉദ്ധാന തിരുനാളിന്റെ ആഘോഷങ്ങളിലാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിനായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന 50 ദിവസങ്ങളാണ് ഇനി നമ്മുടെ ജീവിതത്തിലുള്ള ദിവസങ്ങളെല്ലാം. നമുക്ക് അതിനായിട്ട് നന്നായിട്ട് ഒരുങ്ങാം. ഇവിടെ സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നാം കേട്ട കാര്യം ഇതായിരുന്നു: കർത്താവായ യേശുക്രിസ്തു, ദൈവത്തിന്റെ പുത്രനായ ഈശോ ഈ ഭൂമിയിൽ വന്ന് മനുഷ്യാവതാരപ്പെടുത്തി നമ്മിൽ ഒരുവനായി ജീവിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പാപകടങ്ങൾ തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ മരിക്കുക മാത്രമല്ല ഉദ്ധാനം ചെയ്ത് അവിടുന്ന് മൗതീകരിക്കപ്പെട്ട് നമ്മുടെ രക്ഷ 2000 വർഷങ്ങൾക്ക് ഇന്നോ ഇന്നലെയോ അല്ല 2000 വർഷങ്ങൾക്ക് മുമ്പ് സാധ്യമാക്കി കഴിഞ്ഞതാണ് എന്നുള്ള വലിയ സദ്വാർത്ത നമ്മളെല്ലാവരും കേട്ട് കഴിഞ്ഞതാണ്. നമുക്കൊക്കെ ആഗ്രഹമുണ്ട് ദൈവത്തിന്റെ സ്നേഹം ആഴത്തിൽ അനുഭവിക്കണം, പങ്കുവയ്ക്കണം എന്നൊക്കെ. നിരന്തരം നമ്മൾ അതിനുവേണ്ടി ശ്രമവും നടത്തുന്നുണ്ട്. എന്നാൽ പലപ്പോഴും അതിന് സാധിക്കാതെ പോകുന്നതിന് കാരണം ഈ രക്ഷ നമ്മുടെ സ്വന്തമാക്കാൻ വേണ്ട രീതിയിൽ വേണ്ടതുപോലെ
അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും സ്വന്തമാക്കേണ്ട ഈ രക്ഷ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം അല്ല, നമ്മൾ എപ്പോഴൊക്കെ വീണ്ടും വീണ്ടും ബലഹീനമാക്കി പോകുന്നു അവിടെയൊക്കെ ഈ രക്ഷ നമ്മൾ വീണ്ടും വീണ്ടും സ്വന്തമാക്കേണ്ടതാണ്. ആ രക്ഷ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ രക്ഷയുടെ ആ സദ്വാർത്ത, അല്ലെങ്കിൽ ആ ഈശോ തന്റെ പീഡാസഹന കുരിശുമരണ ഉദ്ധാനത്തിലൂടെ നമുക്ക് നൽകിയ ആ രക്ഷ, സ്വർഗം നമുക്ക് നൽകിയ ആ രക്ഷ എങ്ങനെയാണ് 2000 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ ഇവിടെ ജീവിക്കുമ്പോൾ എങ്ങനെ നമുക്ക് സ്വന്തമാക്കാനാകും? ഇവിടെ സഹോദരങ്ങളെ, അതിന്റെ ഒന്നാമത്തെ 2 കാര്യങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ. ഒന്നാമത്തത് നമ്മുടെ വിശ്വാസവും, 2 മാനസാന്തരവുമാണ്. നമ്മൾ ഓരോരുത്തരും എത്രമാത്രം വിശ്വാസത്തോടെ പ്രത്യുത്തിരിക്കുന്നുവോ അത്രമാത്രം ഈ രക്ഷ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാനാകും. നമുക്ക് നല്ല ദാഹം ഉണ്ടാകുമ്പോൾ, ഇപ്പൊ ഞാനും എന്റെ കുടുംബവും 6 മക്കളുണ്ട് എനിക്ക്. 6 മക്കളും ഭാര്യയും ഞങ്ങൾ ഒരുമിച്ച് ഇപ്പൊ ദേവാലയത്തിൽ പോയി, വൈകിട്ട് 6 മണിയുടെ കുർബാനയ്ക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ 10-ാം തീയതി മുതൽ നമ്മൾ മിഷനിൽ പോകുന്നതുകൊണ്ട് എല്ലാവരും, ഞങ്ങൾ കുറെ പേര് പോകുന്നുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പോകുന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഓടിപ്പോയി ഡോക്ടറെ കണ്ടു. അത് കഴിഞ്ഞ് മരുന്നൊക്കെ മേടിച്ച് വന്നപ്പോൾ ഇച്ചിരി വൈകി. അപ്പൊ വണ്ടി കയറി കഴിഞ്ഞപ്പോൾ മരുന്നൊക്കെ മേടിച്ച് കയറി കഴിയുമ്പോൾ എന്റെ ഭാര്യ പറഞ്ഞ കാര്യം ഇതായത് വെള്ളം മേടിക്കണം എന്ന് പറഞ്ഞു. വെള്ളം കുടിക്കാൻ ആഗ്രഹം, നല്ല ദാഹമല്ലായിരുന്നു, നല്ല ചൂടല്ലേ. അപ്പൊ വെള്ളം മേടിച്ചു. പക്ഷെ തണുത്ത വെള്ളമായത് കുടിക്കാൻ പറ്റിയില്ല. പക്ഷെ വീട്ടിൽ വന്നപ്പോഴേക്കും മാത്രം ദാഹം വർദ്ധിച്ചു കഴിയുമ്പോൾ വീട്ടിൽ വന്നപ്പോ കിണറ്റിൽ നിന്ന് കോരിയ വെള്ളം ഉണ്ടായിരുന്നു, അതെടുത്ത് എല്ലാവരും കുടിച്ചു. അപ്പോൾ എത്രമാത്രം നമുക്ക് ആഗ്രഹമുണ്ടോ അത്രമാത്രം നമ്മുടെ വിശ്വാസത്തെ, അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം നമ്മൾ തന്നെ ഏറ്റുപറയും, അതുമാത്രം നമുക്ക് ഈ രക്ഷ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ പ്രത്യുത്തരമാണ്, വിശ്വാസ പ്രത്യുത്തരത്തെ കുറിച്ചാണ് ഇന്ന് നാം കാണുകയും കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ പോകുന്നത്. ഇവരുടെ ക്രിസ്തു നൽകിയ രക്ഷ സ്വന്തമാക്കാൻ ഈശോ മിശിഹായിൽ വിശ്വസിച്ച് പാപങ്ങളെ കുറിച്ച് അനുതപിച്ച് ഏറ്റുപറഞ്ഞാൽ മതി. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ആ യേശുവിൽ വിശ്വസിക്കുകയും നമുക്ക് പറ്റിയ തെറ്റുകളെ കുറിച്ച്, ബലഹീനതകളെ കുറിച്ച് അനുതപിച്ച് ഏറ്റുപറയുകയും ചെയ്യുക എന്നുള്ളത്. ഈ ഒരു പെസഹക്കാലം കടന്നു പോകുമ്പോൾ നമ്മളെല്ലാവരും നന്നായിട്ട് ഒരുക്കി കുമ്പസാരിക്കുന്നവരായിരുന്നു, അല്ലെ? വർഷത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കണമെന്ന കൽപ്പനയെങ്കിലും പാലിച്ചുകൊണ്ട് എല്ലാവരും തന്നെ നന്നായിട്ട്, അല്ലെങ്കിൽ ഏറ്റുപറച്ചിലിനായിട്ട് സമയം കണ്ടെത്തിയ കാലഘട്ടമായിരുന്നു. അപ്പൊ യേശുവിനെ രക്ഷകന്റെ നാഥനുമായിട്ട് സ്വീകരിക്കുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ അവനിൽ വിശ്വസിക്കുന്നതിലൂടെയാണ്, നമ്മളെ തന്നെ ഏറ്റുപറയുന്നതിലൂടെയാണ് ഞാൻ ഇതാണ് കർത്താവ്, എനിക്ക് തെറ്റുപറ്റി എന്നുള്ള അനുതാപത്തോടെ അവന്റെ പക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് കുമ്പസാരക്കൂടിനെ സമീപിച്ചുകൊണ്ട് നമ്മളെ തന്നെ ഏറ്റുപറയുന്നതിലൂടെയാണ് നമുക്ക് ഈ രക്ഷ നമുക്ക് സ്വന്തമാക്കാനായിട്ട് ആവുക. ഇവിടെ അങ്ങനെ എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? യേശു മരിച്ചു എന്ന് മാത്രമല്ല, മരിച്ചു ഉദ്ധാനം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്ത് ഉപേക്ഷനായി നമ്മൾ രക്ഷിച്ചു കഴിഞ്ഞു. ആ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ആത്മാവിനെ നമുക്ക് നൽകി എന്നുള്ള വലിയൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. പൗലോസ്ലീഹ പറയുന്നില്ലേ? പൗലോസ്ലീഹ ആദ്യത്തെ അല്ലെങ്കിൽ അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അവിടെ ശിഷ്യന്മാര് അവിടെ ആത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് ഉറക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ മറ്റുള്ള മനുഷ്യർ പറഞ്ഞു അവര് മദ്യപിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഉന്മത്തരായിട്ട് അങ്ങനെയൊക്കെ പറയുന്നതായിരിക്കാം. പക്ഷെ പത്രോസ്ലീഹ മറ്റും എല്ലാവരോടും ഒപ്പം എണീറ്റ് നിന്ന് പറയുന്നുണ്ട്, അല്ല, നിങ്ങളും ഇങ്ങനെ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും പാവങ്ങളെ കുറിച്ച് അനുഭവിക്കുകയും ചെയ്യുന്നത് വഴി, അത് ഏറ്റുപറയുന്നത് വഴി അത് നിങ്ങൾക്ക് ഈ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ കടന്നു വരാൻ സാധിക്കും. ആ രക്ഷ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതിനായിട്ട് ആത്മാവിന്റെ വലിയ നിറവ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് പത്രോസിലേക്ക് നമ്മളോട് പറയുന്നു. അപ്പോസ്തല പ്രവർത്തനം 4:12 ഇങ്ങനെ പറയുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ നമുക്ക് രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ യേശു എന്ന നാമത്തിൽ, യേശു ചെയ്ത ആ രക്ഷാകര പ്രവർത്തികളിൽ, അവനുണ്ടായ രക്ഷാകര നാമങ്ങളിൽ യേശു എന്റെ രക്ഷകൻ നാഥനും കർത്താവുമാണ്, അവൻ ക്രിസ്തുവാണ് എന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് അത് ഞാൻ സ്വീകരിക്കുന്നതിലൂടെ എനിക്ക് രക്ഷ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് യേശു നൽകിയ രക്ഷ നമുക്ക് സ്വന്തമാക്കാൻ ആകുന്നത്. കൊറോണയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ആയിരിക്കുന്നത്. കൊറോണ ലോകം മുഴുവൻ കീഴടക്കിയ ഒരു മാരക വിപത്തായിരുന്നു. അതിൽ രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റുകൾ വാക്സിൻ കണ്ടുപിടിച്ചു. എല്ലാ മാരക രോഗങ്ങൾക്കും വാക്സിനുകൾ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. ഈ വാക്സിൻ കണ്ടുപിടിച്ചപ്പോൾ ഒരിക്കലും അത് നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് സ്വന്തമാകില്ല. ആ വാക്സിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ സ്ഥലങ്ങളിലും അത് എത്തിച്ചപ്പോൾ ഗവൺമെന്റ് ചെയ്യാനുള്ളതാണ് ചെയ്ത് കഴിഞ്ഞത്. അങ്ങനെ ഗവൺമെന്റ് ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് സ്ലോട്ട് ബുക്ക് ചെയ്ത്
അത് കഴിഞ്ഞിട്ട് അത് എവിടെയാണ് കിട്ടുന്നത്? ഓരോ PHC കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രികളിലും അല്ലെങ്കിൽ മറ്റുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ചെന്ന് നമ്മൾ അത് ആ കുത്തിവയ്പ്പിലൂടെ അല്ലെങ്കിൽ ഇഞ്ചക്ഷനിലൂടെ അത് സ്വീകരിച്ചു. അത് വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ രക്ഷയ്ക്ക്, നമ്മുടെ ജീവനെ നിലനിർത്താൻ ആവശ്യമാണെന്നുള്ള തിരിച്ചറിവുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അത് സ്വന്തമാക്കാനുള്ള വലിയ തത്രപ്പാടും ബഹളവും ഒക്കെ നമ്മൾ ചിലപ്പോ ചില സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ ബഹളങ്ങളും അടിപിടി പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായി. കാരണം ഇത് സ്വന്തമാക്കാൻ, എന്റെ ജീവനെ നിലനിർത്താൻ ഇത് ആവശ്യമാണെന്നത്. ഇവിടെ അതിനേക്കാൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിലമതിക്കാനാവാത്ത വിധം വിലയുള്ള ക്രിസ്തുവിൻ നമുക്ക് നൽകിയ രക്ഷ സ്വന്തമാക്കുവാൻ നാം എത്രമാത്രം വില കൊടുക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു പ്രത്യുത്തരം ആവശ്യമാണ്. അതാണ് നമ്മുടെ ഓരോരുത്തരെയും വിശ്വാസവും മാനസാന്തരവും എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിലൂടെ നമ്മൾ തന്നെ ഏറ്റുപറയുന്നതിലൂടെയാണ് ഈ രക്ഷ നമുക്ക് സ്വന്തമാക്കാനായിട്ട് ആവുക. ഇങ്ങനെ രക്ഷ സ്വന്തമാക്കാൻ ആകുമ്പോൾ യോഹന്നാൻ നമ്മളോട് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സിൽ കണ്ട കാര്യമാണ്. പാപാവസ്ഥയിലായ മനുഷ്യൻ ആ അവസ്ഥ മൂലം സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ അവൻ പാപം ചെയ്യുകയും അങ്ങനെ ദൈവ സ്നേഹത്തിൽ നിന്ന് അകറ്റപ്പെടുകയും ആ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം നാം തിരിച്ചറിഞ്ഞത്. അവിടെ നമുക്ക് വലിയൊരു വേദനയും വിഷമവും ഒക്കെ ഉണ്ടായ ദിവസങ്ങളായിരുന്നു അതൊക്കെ. ഒരാഴ്ചക്കാലം അതിനോട് കടന്നു പോയപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിച്ചു, ദൈവമേ ഇതിൽ നിന്ന് എനിക്ക് രക്ഷ നേടുന്നുള്ള വലിയ ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഇവിടെ ആ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയുകയാണെങ്കിൽ യേശുവിന്റെ വിശ്വാസത്തോടെ നാം കുമ്പസാരക്കൂടിനെ സമീപിച്ചുകൊണ്ട് നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ, എല്ലാം ഏറ്റുപറയുന്നെങ്കിൽ അവൻ ക്രിസ്തു, നമ്മുടെ രക്ഷകനും നാഥനും കർത്താവുമായ ക്രിസ്തു വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ആ വിശ്വാസം എന്ന് പറയുന്നത് സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധ ഗ്രന്ഥം CCC അതിന് 142 143 ഖണ്ഡികകൾ ഇങ്ങനെ പറയുന്നു: കാലാകാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളോടുള്ള മനുഷ്യന്റെ ഭാവാത്മകവും സ്വതന്ത്രവുമായ പ്രത്യുത്തരമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ദൈവം നൽകിയ ആ ഏറ്റവും വലിയ കൃപയായ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ദൈവം എന്താണോ കാലാകാലങ്ങളിൽ വെളിപ്പെടുത്തുന്നത് ആ സത്യങ്ങളോടുള്ള മനുഷ്യന്റെ ഭാവാത്മകവും സ്വതന്ത്രവുമായ പ്രത്യുത്തരമാണ് വിശ്വാസം. നമ്മൾ ഓരോരുത്തരെയും മാമോദിസ തൊട്ടിലിനെ സമീപിച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വളരെ ചെറുതായിരുന്നപ്പോൾ നമ്മുടെ ജ്ഞാനസ്നാനപിതാക്കളും നമ്മുടെ ബന്ധുമിത്രാദികളും നമ്മുടെ മാതാപിതാക്കളും ചേർന്ന് ദേവാലയത്തിൽ നമ്മളെ കൊണ്ടുചെന്നപ്പോൾ അവിടെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് നീ സ്വീകരിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നമുക്ക് വേണ്ടിയിട്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് വളരെ സ്വാഭാവികമായിട്ട് നമ്മുടെ ജ്ഞാനസ്നാന മാതാപിതാക്കൾ ആ വിശ്വാസം ഏറ്റുപറഞ്ഞു. ഞങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട്, ഈ മകന് വേണ്ടിയിട്ട് യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങോളം നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, വീഴ്ചകളിലൂടെ നമ്മൾ ബലഹീനമായതിലൂടെ നാം കടന്നു പോകുമ്പോൾ, നാം ഓരോരുത്തരും ഓരോ ദിവസവും ഓരോ നിമിഷവും ഈ നമ്മുടെ വിശ്വാസത്തിലൂടെ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട് ഈ രക്ഷയുടെ അനുഭവം എപ്പോഴും നമ്മൾ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ നിമിഷം സ്വന്തമാക്കേണ്ട യാഥാർത്ഥ്യമാണെന്ന് സഭ നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2:2 ഇങ്ങനെ നമ്മൾ പറയുന്നത്. കഴിഞ്ഞ കാഴ്ച നമ്മൾ കണ്ടതാ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെ പാപങ്ങൾക്ക്. നാം കണ്ട അവസാനത്തെ വ്യക്തി അവസാനം ചെയ്യാതിരിക്കുന്ന പാപങ്ങൾക്ക് കൂടി യേശു മിശിഹ പരിഹാരം ചെയ്തു കഴിഞ്ഞു എന്നുള്ള വിശ്വാസം. എന്റെ പാപങ്ങൾക്ക് അവൻ പരിഹാരം ചെയ്ത് എന്റെ പാപങ്ങളുടെ കടങ്ങൾ വീട്ടി അവൻ എന്നെ രക്ഷിച്ചു കഴിഞ്ഞതാനുള്ള വലിയൊരു വിശ്വാസം എനിക്കുണ്ടാകും. അപ്പോഴാണ് വിശ്വസ്തയോടെ എനിക്ക് എന്നെ തന്നെ ഏറ്റുപറയാൻ വേണ്ടി, എന്നെ തന്നെ അവന്റെ മുമ്പിൽ തുറന്നു വെക്കാനായിട്ട് നമുക്ക് സാധിക്കുക. CCC 166 നമ്മളോട് ഇങ്ങനെ പറയുന്നു സഭ: വിശ്വാസം വ്യക്തിപരമായ ഒരു പ്രവൃത്തിയാണ്. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മുൻകൈയിൽ നിന്ന് മനുഷ്യൻ നൽകുന്ന സ്വതന്ത്ര പ്രത്യുത്തരമാണ് വിശ്വാസം. നാം ഓരോരുത്തരും സ്വാതന്ത്ര്യത്തോടെ നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്യേണ്ട, എനിക്ക് വേണ്ടിയിട്ട് വേറെ ആളെ പോയി കുമ്പസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പോയി നല്ല അനുതാപത്തോടെ ദൈവവുമായിട്ടും എന്റെ അനുരഞ്ജന കുദാശ എന്നാണ് അതിന് പറയുന്നത്. എവിടെയാണ് അനുരഞ്ജനപ്പെടുന്നത്? ദൈവവുമായിട്ട് എന്നോട് തന്നെ സ്നേഹം ഉണ്ടാകുമ്പോഴാണല്ലോ എന്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് വിശുദ്ധി നേടണമെന്നുള്ള വലിയ ആഗ്രഹം എന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. ദൈവത്തെ കാണാനാകാൻ ദൈവമായിട്ടുള്ള എന്റെ ബന്ധം പുതുക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടാകുന്നത് എനിക്ക് എന്നോട് തന്നെ ഒരു സ്നേഹം ഉണ്ടാകുമ്പോൾ. അതോടൊപ്പം എന്റെ സഹോദരങ്ങളോടുള്ള ബന്ധം എനിക്ക് പുതുക്കണമെങ്കിൽ, അവരുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് ഈ ഒരു അനുരഞ്ജനം ആവശ്യമാണ്. അതോടെ പ്രപഞ്ചവുമായിട്ടുള്ള ഒരു ബന്ധം എന്റെ പുതുക്കപ്പെടണമെങ്കിൽ
എനിക്ക് ഈ ഒരു വിശ്വാസം ഏറ്റുപറച്ചിൽ എന്റെ ജീവിതത്തിൽ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്തെല്ലാം ഏറ്റുപറയണം? സംഖ്യയുടെ പുസ്തകം 5-ാമത്തെ അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് മോശയോട് അരുളി ചെയ്യുന്നുണ്ട് ഇങ്ങനെ: ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യ സഹജമായി ഏതെങ്കിലും തെറ്റ് ചെയ്ത് കർത്താവിനുള്ള വിശ്വസ്തത ലംഘിച്ചാൽ തന്റെ തെറ്റ് ഏറ്റുപറയണം. എന്താണ് കർത്താവിനുള്ള വിശ്വസ്തത? അവിടുത്തെ സ്നേഹത്തിൽ ആയിരിക്കുക, ആ സ്നേഹം അനുഭവിക്കുക, പങ്കുവെച്ച് ദൈവരാജ്യ കുടുംബമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശ്വസ്തത. ആ വിശ്വസ്തത ലംഘിച്ചാൽ ആ തെറ്റ് ഏറ്റുപറയണമെന്ന് മോശയിലൂടെ ദൈവമായ കർത്താവ് ഓർപ്പിക്കുന്നു. എന്തൊക്കെയാണ് ഏറ്റുപറയേണ്ടത്? മൂലപാപങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഏറ്റുപറയാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ, കുമ്പസാരക്കൂടിലേക്ക് നാം അടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിനായിട്ട് ഒരുങ്ങുമ്പോൾ അതിനുള്ളൊരു ഒരുക്കം എന്ന് പറയുന്നത് എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണ്? അകലത്തെ ഒരു ഒരുക്കമുണ്ട്, അടുത്ത ഒരുക്കമുണ്ട്, ഏറ്റവും അടുത്ത ഒരുക്കമുണ്ട്. നാം ഒരു കുമ്പസാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മുതൽ അടുത്തൊരു കുമ്പസാരം, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ കുറവുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാണ് അപ്പോൾ തുടങ്ങിയേ നമ്മൾ ഒരുങ്ങണം. എപ്പോഴാണ് കുമ്പസാരിക്കാൻ അവസരം കിട്ടണമെന്ന് നമുക്കറിയില്ല. ഏറ്റവും അടുത്ത അവസരത്തിൽ നമുക്ക് കുമ്പസാരിക്കണം. അപ്പോൾ ഏറ്റവും അടുത്തടുത്ത് കുമ്പസാരിക്കുക. അപ്പൊ അതിനായിട്ട് ഒരുങ്ങുമ്പോൾ ഏറ്റവും എപ്പോഴാണോ നമുക്ക് തെറ്റുപറ്റും അപ്പോൾ തുടങ്ങി നമ്മൾ ഇതിനുള്ള ഒരുക്കത്തിലായിരുന്നുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് അടുത്തടുത്ത് ഇങ്ങനെ കുമ്പസാരിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുങ്ങുമ്പോൾ മൂലപാപങ്ങളെ കുറിച്ച് നാം ചിന്തിക്കണം. ദൈവ പ്രമാണങ്ങളെ നമ്മളൊന്ന് നോക്കിക്കാണണം. തിരുസഭയുടെ കൽപ്പനകളൊന്ന് ഒന്നുകൂടി നമ്മളൊന്ന് മനനം ചെയ്യണം. ബന്ധങ്ങളെ നമ്മൾ പുതുക്കാൻ ശ്രമിക്കണം. ഉത്തരവാദിത്തങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കണം. താലന്തുകൾ, പുതിയ പ്രമാണം, ദൗത്യം, ഈ മേഖലകളൊക്കെ നമ്മുടെ ആത്മശോധനയ്ക്കായിട്ട് നമ്മൾ എടുക്കണം. ഒന്ന് നമുക്കൊന്ന് കാണാം എങ്ങനെയാണെന്നുള്ളത്. മൂലപാപങ്ങൾ എന്തൊക്കെയാണ്? അഹങ്കാരം, ദിവ്യാഗ്രഹം, മോഹം, കോപം, കൊതി, അസൂയ, അലസത. ഇതെല്ലാമാണ് നമ്മളോട് സഭ നമ്മളെ പഠിപ്പിക്കുന്ന മൂലപാപങ്ങൾ എന്ന് അടിസ്ഥാനമായിട്ട് കിടക്കുന്ന കുറെ പാപത്തിന്റെ മേഖലകളാണ്. അഹങ്കാരം ഉള്ളിൽ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, ഞാൻ എന്നൊരു വ്യക്തി പറയുന്നത് ശരി, ഞാൻ മാത്രം ആണ് ശരി, അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം തെറ്റാണ്. ഞാൻ അഹങ്കരിക്കുന്നു. മറ്റുള്ളവർക്ക് നേരെ നമ്മൾ ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ചീത്ത പറയുന്നതൊക്കെ ഈ അഹങ്കാരത്തിന്റെ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, അപ്പൊ ആ അഹങ്കാരത്തെ കുറിച്ച് എളിമപ്പെട്ട് ജീവിക്കേണ്ട ജീവിതമാണ് നമ്മുടെയൊക്കെ. അപ്പൊ അഹങ്കാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. പ്രഭാഷണം 10:12 അത് നമ്മോട് ഓർമ്മിക്കുന്നത്. ഈ വചനങ്ങളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സമയക്കുറവ് മൂലം നമുക്കത് എല്ലാം എടുത്ത് വായിക്കാവുന്ന ഒരു സാഹചര്യം ഇല്ല. ഒരു മിനിറ്റ്, സമയക്കുറവാണ്, അതുകൊണ്ടാണ്. ഈ വചനം നോട്ട് ചെയ്ത് ആരെങ്കിലും ഒന്നെടുത്ത് വായിക്കുകയാണെങ്കിൽ നല്ലതാണ്. പ്രഭാഷണം 10:12 ഇങ്ങനെയാ പറയുന്നത്: അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. അപ്പോൾ നമുക്കൊക്കെ അഹങ്കാരം ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നെന്ന് പ്രഭാഷകൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ അഹങ്കാരം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അവിടെയൊക്കെ നമ്മൾ അഹങ്കരിക്കുന്നുണ്ട്. ദിവ്യാഗ്രഹം എന്ത് വെച്ചാൽ മറ്റുള്ളവനോട് എല്ലാം വാരിക്കൂട്ടാനും ദ്രവ്യത്തോടുള്ള എന്ത് തന്നെ ആയിക്കോട്ടെ, ദ്രവ്യമായിട്ട് നമുക്ക് പറയാവുന്ന ഒത്തിരി കാര്യങ്ങൾ, അത് സമ്പത്ത് എന്ത് തന്നെ ആയിരുന്നാലും അതെല്ലാം വാരിക്കൂട്ടാനുള്ള, സ്വന്തമാക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ടോ? ഔദാര്യത്തോടെ ജീവിക്കാനുള്ള ഒരു മനോഭാവം എനിക്ക് ഇല്ലായ്മ ഉണ്ടോ എന്നും ചിന്തിക്കണം. മോഹമുണ്ടോ? എനിക്ക് ആവശ്യമായിട്ടുള്ള മോഹങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു മോഹം ഉണ്ടാവണം, ചില നല്ല ഡ്രസ്സ് ഇടണമെന്നുള്ള, ഡ്രസ്സ് ഇടാണ്ട്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ അതിമോഹം ചില കാര്യം നമ്മൾ കാണുന്നുണ്ട്. യാക്കോബ് 1:15 നമ്മൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു മോഹം ഉണ്ടായ ഒരു വ്യക്തിയായിരുന്നു ദാവീദിനെ നമ്മൾ കണ്ട്. മോഹം ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ കൊലപാതകത്തിലേക്ക്, സഹോദരനെ കൊല്ലുന്ന ഒരു കൊലപാതകയിലേക്ക് എത്തുന്നത് നാം കാണുന്നുണ്ട്. അടുത്ത് കോപമാണ്. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ എനിക്കുണ്ട്. ക്ഷമയുണ്ടോ? ക്ഷമിക്കുന്ന സ്നേഹമാണോ എന്നിലുള്ളത്? അതെയോ എല്ലാവരോടും ഞാൻ കോപിക്കുകയാണോ? എല്ലാവരെയും ദേഷ്യപ്പെട്ട് എല്ലാവരോടും മറുതലിച്ച് വർത്താനം പറയുകയാണോ ഞാൻ ചെയ്യുന്നത് ചിന്തിക്കണം. കൊതി, അമിതമായ കൊതി എനിക്കുണ്ടോ? ഭക്ഷണത്തോട്, ഡ്രസ്സിനോട്, ധനത്തോട്, ശരീരത്തോട്, കണ്ണിന്റെ ദുരാശകളോട്, അങ്ങനെ പലവിധം, മദ്യം, മയക്കുമരുന്ന്, അങ്ങനെ അങ്ങനെയുള്ള എന്തിനോട് തന്നെയായാലും അങ്ങനെ കൊതിയോടെ നമ്മളിങ്ങനെ ആർത്തി പൂണ്ടെന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടോ? അസൂയ, മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സൗന്ദര്യത്തിൽ, സമ്പത്തിൽ എവിടെയെങ്കിലുമൊക്കെ എനിക്ക് അസൂയയുണ്ടോ? അലസതയുണ്ടോ? മടി പിടിച്ചിരിക്കുന്ന അവസ്ഥ, ഒന്നിനോടൊരു താല്പര്യമില്ലാതെ, പ്രാർത്ഥിക്കാതെ, ദൈവത്തെ ആരാധിക്കാതെ അലസമായിട്ടിരിക്കുന്ന, എന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് ഒക്കെ ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ദൈവ പ്രമാണങ്ങൾ, കൽപ്പനകൾ 10 കൽപ്പനകളാണ്. അവിടെ നമുക്കറിയാം 10 കൽപ്പന എന്തൊക്കെയാണ്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ല മറ്റൊരു ദൈവം നിനക്കുണ്ടാകും.
ഒന്നാമത്തെ കൽപ്പന ലംഘിച്ചാൽ മറ്റെല്ലാ കൽപ്പന ലംഘിച്ചതുപോലെയാണ്. അപ്പോൾ ഒന്നാമത്തെ കൽപ്പന, എന്റെ ദൈവമല്ലാതെ, ദൈവത്തിന് മുകളിലേക്ക് വേറെ എന്തിനോ, സമ്പത്തിനോ, എനിക്ക് തന്നെയോ, എന്റെ സൗന്ദര്യത്തിനോ, എന്റെ ശക്തിക്കോ, എന്റെ ബലത്തിനോ, എന്റെ അറിവിനോ, കഴിവിനോ, അല്ലെങ്കിൽ എന്റെ ബന്ധുമിത്രാദികൾക്കോ, എന്റെ ജീവിത പങ്കാളിക്കോ, മക്കൾക്കോ, അല്ലെങ്കിൽ സമ്പത്ത്, എന്തിനു തന്നെ ആയിരുന്നാലും ദൈവത്തിന് മുകളിൽ സ്ഥാനം കൊടുക്കാൻ പാടില്ല എന്ന് ദൈവകൽപ്പന നമ്മൾ ഓർപ്പിക്കും. അതിന് മുകളിൽ എന്തിനെയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ നാം ചിന്തിക്കണം. കർത്താവിന്റെ നാമം ഞാൻ വൃഥ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കാതെ ഞാൻ പോകുന്നുണ്ട്. ഞായറാഴ്ചകളിൽ പോലും ദേവാലയത്തിൽ പോകാതെ, ദേവാലയങ്ങളിൽ കുർബാനയ്ക്ക് വൈകി ചെല്ലുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ ചിന്തിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കുക. മാതാപിതാക്കന്മാരെ, മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സുദീർഘമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. എന്റെ മുകളിലുള്ള വ്യക്തികളെ, അത് ചിലപ്പോൾ സ്ഥാനം കൊണ്ട് അല്ലെങ്കിൽ പ്രായം കൊണ്ട് ചെറുതായിരിക്കാം, ചിലപ്പോൾ സ്ഥാനമാനം കൊണ്ട് എന്റെ മുകളിലുള്ളവരുണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ ഇടവ ദേവാലയത്തിലേക്ക് കൊച്ചന്മാര് നമ്മളെയൊക്കെ പ്രായം കൊണ്ട് ചെറുതായിരിക്കാം. അവരൊക്കെ നമ്മളെക്കാൾ സ്ഥാനം കൊണ്ട് മുതിർന്നവരാ. അവരെയൊക്കെ നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനിക്കേണ്ടവരാ. അവിടെയൊക്കെ എനിക്ക് ബഹുമാനക്കുറവ് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. കൊല്ലരുത് എന്ന് പറയുന്നു. ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണെന്ന്. ഞാൻ ആരെയൊക്കെ വെറുക്കുന്നുണ്ട്, ആരോടൊക്കെ എനിക്ക് ഇഷ്ടക്കുറവുകളുണ്ട്. എത്ര പ്രാവശ്യം ഞാൻ എന്റെ വാക്കുകളുണ്ട്, പ്രവൃത്തികളുണ്ട്, ചിന്തകളുണ്ട്, എന്റെ നോട്ടം കൊണ്ട് എത്ര പേരെ ഞാൻ കൊന്നിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. വ്യഭിചാരം ചെയ്യരുത്. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നത്, ആസക്തി സ്ത്രീയെ എന്ന് മാത്രമല്ല എന്തിനേയും ആസക്തിയോടെ നോക്കിയാലും അതൊക്കെ ഒരു തരത്തിൽ വ്യഭിചാരമാണ്. അപ്പോൾ ആസക്തിയോടെ സ്ത്രീ, അപ്പോൾ ഞാൻ എത്രമാത്രം എന്നിൽ ഈ ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ പാപം എന്നിൽ കുടികൊള്ളുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. കള്ളസാക്ഷ്യം നൽകരുത്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും, ഞാൻ കോടതിയിൽ പോകുന്നില്ല, കള്ളസാക്ഷ്യം പറയുന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ ചില വ്യക്തികളെ കുറിച്ച്, അവൾ അല്ലെങ്കിലും അങ്ങനെ ചെയ്യൂ എന്ന് എനിക്ക് അറിയാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ടോക്കിലൂടെ അത് പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവിടെയൊക്കെ ഒരു കള്ളസാക്ഷ്യം നൽകുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഭാര്യയും വസ്തുക്കളും മാത്രം, ഒന്നിനെയും നമ്മൾ മോഹിക്കരുത് എന്നുള്ളത് സഭ നമ്മൾ ഓർപ്പിക്കുന്നു. മോഷ്ടിക്കരുത്, അത് മുകളിൽ വരേണ്ട വചനമായിരുന്നു. മോഷ്ടിക്കരുത്. എത്ര തരത്തിലുള്ള മോഷണ നമ്മൾ പറയും, മോഷണം ചെയ്യാൻ അറിയാൻ പാടാത്ത ആരും ഉണ്ടാവില്ല. സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ മോഷ്ടിക്കാത്തത്. ഈ പാപങ്ങളൊക്കെ ചെയ്യാൻ അറിയാവുന്നവരാ മനുഷ്യൻ. പക്ഷെ സാഹചര്യം അനുകൂലമാകാത്തതുകൊണ്ട് ആരും ചെയ്യാതെ പോകുന്നു. ഇവിടെ ഈ ഒരു 10 കൽപ്പനകളെ കുറിച്ച് നാം ചിന്തിക്കുക. പെട്ടെന്ന് വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ തൃശ്ശൂരുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യുന്നു. ആ സമയത്ത് ഒരു അമ്മച്ചി, 80 വയസ്സുള്ള ഒരു അമ്മച്ചി എന്റെ മുന്നിലേക്ക് കടന്നു വന്നു. കൗൺസിലിംഗ് ആയിട്ട്, ഷെയറിങ്ങിനായിട്ട് കടന്നു വന്ന അമ്മച്ചി വന്നിരുന്ന സമയത്ത് അമ്മച്ചി ഇങ്ങനെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പ്രാർത്ഥിക്കാമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അമ്മച്ചി ഇരുന്ന് കരയാൻ തുടങ്ങി. പറയാൻ പറ്റുന്നില്ല അമ്മച്ചി. അപ്പൊ ഞാൻ അമ്മച്ചി പറഞ്ഞോ എന്ന് പറഞ്ഞ സമയത്ത് അമ്മച്ചി പറഞ്ഞു, എനിക്ക് 80 വയസ്സുണ്ട്, എന്റെ മകന്റെ വിവാഹം കഴിഞ്ഞിട്ട് 18 വർഷമായി, പക്ഷെ മക്കളില്ല എന്ന് പറഞ്ഞു. ഇവിടെ വരെ മക്കളില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു 18 എന്ന്. ആ അമ്മച്ചിയോട് 18 എന്നുള്ള സംഖ്യ പറഞ്ഞു എന്താണെന്ന് ചോദിക്കാൻ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചി കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട് 18 എന്ന് പറയാൻ പറഞ്ഞു, അതെന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ അമ്മച്ചി പറഞ്ഞു, ഞാൻ അതല്ലേ പറഞ്ഞ് 18 വർഷം എന്റെ മകന് കുഞ്ഞുങ്ങളില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അതല്ല കർത്താവ് പറഞ്ഞ, വേറെ എന്തോ ഒരു 18 ആണ് എന്ന് വീണ്ടും എന്റെ ഉള്ളിൽ ഇങ്ങനെ കർത്താവ് ഇങ്ങനെ തോന്നിച്ചപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു. അപ്പൊ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, ഇല്ല വേറെ ഒന്നും ഇല്ല എന്ന് പറയിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മച്ചി ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. അപ്പൊ അമ്മച്ചിയോട് ചോദിച്ചു, എന്താ അമ്മച്ചി കാര്യം എന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞ കാര്യം ഇതായിരുന്നു. അമ്മച്ചി 18 വയസ്സ് പ്രായമുള്ള സമയത്ത് അമ്മച്ചിയുടെ ഇപ്പോൾ ഭർത്താവായിരുന്ന ആ വ്യക്തി അമ്മച്ചി ഒന്നിച്ചാണ് ജോലി ചെയ്തിരുന്നത്. അപ്പച്ചന് റബ്ബർ വെട്ടും, അമ്മച്ചി അതിന് സഹായിക്കുന്ന വ്യക്തിയുമായിരുന്നു. അപ്പൊ അന്ന് അവർ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് അവര് ഒരുമിച്ച് ജോലി ചെയ്യുന്നു, ഭയങ്കര സ്നേഹത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിന് 3 പ്രാവശ്യം ജീവിതത്തിൽ അബോർഷൻ ചെയ്യേണ്ടി വന്നു വിവാഹത്തിന് മുമ്പ്. പിന്നീട് അവർ തമ്മിൽ വിവാഹം കഴിച്ചു. അവർക്കൊരു മകനുണ്ടായി. ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. ആ മകന്റെ പ്രായം കഴിയുമ്പോൾ മകന് 25-26 വയസ്സൊക്കെ ഉള്ള സമയത്ത് മകനെ വിവാഹം കഴിപ്പിച്ചു. പക്ഷെ മകന് 18 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. ഇവിടെ വരെ ആ സമയത്ത് എന്റെ ഉള്ളിൽ നിന്ന് ദൈവമായ കർത്താവ് ഓർപ്പിച്ച കാര്യം ഇതായിരുന്നു, ഈ അമ്മച്ചിയോട് പറയണം, നന്നായിട്ടൊന്ന് അനുദപിച്ച് കുമ്പസാരിക്കാൻ പറയണം എന്ന് പറഞ്ഞു. ഞാൻ ആ അമ്മച്ചിയോട് അത് തന്നെ പറഞ്ഞു. കാരണം എനിക്ക് വേറെ ഒന്നും പറയാനില്ല, ദൈവം പറയുന്നതാണ് നമുക്ക് പറയാനുള്ളത്. പറഞ്ഞു, അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി നാളെ കുമ്പസാരത്തിനുള്ള ദിവസമാണ്, നന്നായിട്ട് ഒരുങ്ങി അമ്മച്ചി ഒന്ന് കുമ്പസാരിക്കണം. ഇന്ന് വൈകിട്ട് കുമ്പസാരത്തിലുള്ള ക്ലാസ് ഉണ്ട്, അത് നന്നായിട്ട് അമ്മച്ചി കേൾക്കണം. അങ്ങനെ അമ്മച്ചി അതൊന്ന് ശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് നന്നായിട്ട് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു. ആ അമ്മച്ചി പോയി കുമ്പസാരിച്ചിട്ടുണ്ടായിരിക്കണം. പിറ്റേ വർഷം ഞാൻ ആ
ശുശ്രൂഷ കേന്ദ്രത്തിൽ തന്നെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ ഏറ്റു പോയ സമയത്താണ് ഈ അമ്മച്ചി എന്റെ ഓപ്പോസിറ്റ് നടന്നു വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചി കഴിഞ്ഞ വർഷം വന്ന ആളാണോ എന്ന് ചോദിച്ചു. അപ്പൊ അതെ. എന്നിട്ട് അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ മരുമകളെയും കൊണ്ടാണ് ഞാൻ ധ്യാനത്തിന് വന്നിരിക്കുന്നത്, ഇന്ന് അവൾ 5 മാസം ഗർഭിണിയാണ്. അപ്പൊ ഇവിടെ ഒരു ഏറ്റു പറയാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൽ പറ്റിയ തെറ്റുകളെ വിശ്വാസത്തോടെ അതിന് പരിഹാരം ചെയ്തവനാണ് ക്രിസ്തു എന്നുള്ള ബോധ്യത്തോടെ ആ അമ്മച്ചി സ്വാതന്ത്ര്യത്തോടെ തന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ക്രിസ്തുവിനെ എന്റെ രക്ഷകനാഥനുമാണ് എന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചത് വഴി അതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിൽ ഉണ്ടായിരുന്ന തടസ്സം നീങ്ങിപ്പോടുന്നത് അമ്മച്ചിയുടെ ജീവിതത്തിൽ കാണാൻ സാധിച്ചു. അത് എന്റെ ജീവിതത്തിലും അനുഭവമായിട്ട് മാറുന്നത് ഏറ്റുപറയിലൂടെ ദൈവത്തിന്റെ രക്ഷ സ്വന്തമാക്കാൻ സാധിക്കും. ആ രക്ഷകൻ നമുക്ക് നൽകുന്ന കൃപകൾ, അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് അന്ന് എനിക്ക് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അടുത്തായിട്ട് നമ്മൾ കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ തിരുസഭയുടെ കൽപ്പനകൾ ഒന്ന് മനനം ചെയ്യും. ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കുമ്പസാരി അല്ലെങ്കിൽ ആദ്യ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്ത അതിൽ ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും മുഴുവൻ കുർബാനിൽ പങ്കുകൊള്ളണമെന്ന് നമ്മൾ തിരുസഭ ഉറപ്പിക്കുന്നു. അത് നമ്മൾ സാധിക്കാതെ പോകുന്നുണ്ടോ? വർഷത്തിൽ ഒരിക്കലും പാപങ്ങൾ ഏറ്റു പറയാം, ആണ്ടിലൊരിക്കലും കുമ്പസാരിക്കണമെന്നുള്ള സഭ നമ്മൾ നിഷ്കർഷിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലും നടത്താതെ പോകുന്ന ജീവിതമാണ് എന്റേത്. പെസഹ കാലത്തെങ്കിലും ദിവ്യാന കുദാശ സ്വീകരിക്കണം, വർഷത്തിൽ ഒരിക്കലും കുമ്പസാരിച്ചൊരുങ്ങി ഈശോയെ സ്വീകരിക്കണമെന്നുള്ള ആ തിരുസഭയുടെ കൽപ്പന. സഭ നിശ്ചയിക്കുന്ന ദിവസങ്ങളിൽ മാംസഭക്ഷണം വർജിക്കുകയും ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്യുക. അത് നമ്മളൊന്ന് ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാംസം വർജിക്കണമെന്ന് സഭ നമ്മൾ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഉപവാസം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ആദ്യ വലിയ വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ ഒരു നേരം നോക്കണമെന്നുള്ള സഭ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. സഭയുടെ ആവശ്യങ്ങൾ സഹായിക്കുക എന്നുള്ള കാര്യം. നമ്മുടെ സഭയെ വളർത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരുമാണ് സഭ. അപ്പോൾ സഭയ്ക്ക് കൊടുക്കേണ്ട പദവാരവും എല്ലാം നമ്മൾ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും. അതുപോലെ തന്നെയാണ് അടുത്ത നമ്മുടെ ബന്ധങ്ങൾ. ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്നോട് തന്നെയുള്ള ബന്ധം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മറ്റുള്ളവരോടുള്ള ബന്ധം എങ്ങനെയാണ് പോകുന്നത്? ജീവജാലങ്ങളോടുള്ള ബന്ധം എങ്ങനെയാണ് എന്റെ മുന്നോട്ട് പോകുന്നതെന്നുള്ള ആ ഒരു ചിന്തയും അതിനെക്കുറിച്ചുള്ള ഒരു ആലോചനയും അങ്ങനെ അതിൽ മനസ്സിലാക്കിക്കൊണ്ട് എവിടെയൊക്കെ എനിക്ക് കുറവുകൾ പറ്റിയിട്ടുണ്ട്, എവിടെയാണ് എനിക്ക് സ്നേഹത്തിൽ കുറവ് വന്നേക്കണം, എന്റെ ബന്ധങ്ങളിൽ എവിടെയാണ് സ്നേഹത്തിന്റെ കുറവുകൾ എന്ന് മനസ്സിലാക്കി അതൊന്ന് കണ്ടെത്തുവാനും അത് ഏറ്റുപറയാനും ഒന്നും തയ്യാറാണ്. ഞാൻ വീണ്ടും ഓർക്കുന്ന ഒരു കാര്യം, ഒരു വ്യക്തി എന്റെ മുന്നിലേക്ക് കടന്നു വന്നിങ്ങനെ ഷെയറിങ്ങിനായിട്ട് വന്ന സമയത്ത് ആ വ്യക്തി പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, കോടിക്കണക്കിന് രൂപ കടമുണ്ട് എന്ന് പറയുകയാണ്. ഇവിടെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്തും എന്നോട് ദൈവമായ കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിക്കുക എന്നുള്ളത്. കാരണം ആ വ്യക്തി അവർ ഷെയർ ചെയ്താണ് ബിസിനസ് ചെയ്ത് അതിന് കൂടെയുള്ള വ്യക്തി പറ്റിച്ചു എന്നുള്ളതായിരുന്നു ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ചിന്ത. എന്നുള്ള രീതിയിൽ ആ വ്യക്തിയോട് വളരെ ദേഷ്യവും പ്രത്യേകമായ ഒരു വികാരവും ഒക്കെ വാക്കുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ഇവിടെ ആ വ്യക്തിയോട് ഈ ദൈവമായ കർത്താവ് പറഞ്ഞനുസരിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങാനുമായിട്ട് പറഞ്ഞയച്ചു. ആ വ്യക്തി പോയി കുമ്പസാരിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ചൊവ്വാഴ്ചയാണ് ഞങ്ങൾ ആ വ്യക്തി എന്നോട് കൗൺസിലിങ്ങിനായിട്ട് കടന്നു വന്നത്. ബുധനാഴ്ചയാണ് കുമ്പസാരമുള്ളത്. ആ കുമ്പസാരം കഴിഞ്ഞ് വൈകിട്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ കൗൺസിലിംഗ് ഈ സമയത്ത് കാലത്ത് ആ വ്യക്തി കുമ്പസാരിച്ചു. ആ വ്യക്തി എന്റെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വേറെ ആളായിട്ട് ഇങ്ങനെ ഷെയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പൊ എൻ്റെ 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കടന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ധ്യാനം കഴിഞ്ഞിട്ടുള്ള വെള്ളിയാഴ്ചയുള്ള ധ്യാനം കഴിയുള്ളൂ, 2 ദിവസം കൂടി ഉണ്ടല്ലോ. ഇല്ല, എനിക്ക് വീട്ടിൽ നിന്ന് ഫോൺ വന്നു, എത്രയും പെട്ടെന്ന് ചെന്ന് അവിടെ ഒരു സൈൻ ചെയ്യാനുണ്ട്. കാരണം ആ വ്യക്തി വരുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഗവൺമെന്റിൽ ഒരു പ്രൊജക്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രൊജക്ട് ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് സാങ്ഷൻ ലഭിച്ചാൽ അതുവരെയുള്ള കടം വീടുക ചെയ്യും എന്ന് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് ബിസിനസ് ചെയ്ത് ജീവിക്കാനുള്ള നല്ലൊരു തുക ബാലൻസ് ഉണ്ടാവുകയും ചെയ്യും. ആ വ്യക്തി ദൈവത്തിന്റെ മുമ്പിൽ തന്റെ ജീവിതത്തെ ഏറ്റുപറഞ്ഞപ്പോൾ, തന്റെ ബന്ധമൊന്ന് പുതുക്കിയപ്പോൾ, സഹോദരനുമായിട്ട് തന്റെ കൂടെയുള്ള ബിസിനസ് ചെയ്ത വ്യക്തിയുമായിട്ട് അവരുടെ കുടുംബവുമായിട്ട് തന്നോട് തന്നെ തന്റെ ദൈവത്തോടുള്ള ആ ബന്ധമൊന്ന് പുതുക്കി കഴിഞ്ഞപ്പോൾ, ഏറ്റുപറയിലൂടെ വിശ്വാസത്തോടെ യേശുവിനെ രക്ഷകനാഥമായിട്ട് സ്വീകരിച്ചതിലൂടെ പ്രിയപ്പെട്ടവരെ ആ നിമിഷം തന്നെ അവിടെ ബ്ലോക്കായിട്ട് നിന്നിരുന്ന എല്ലാ കാര്യങ്ങളുടെയും മേൽ ദൈവത്തിന് ഇടപെടൽ ഉണ്ടാവുകയും യേശുവിന്റെ രക്ഷകനാഥമായിട്ട് നിരന്തരം അനുഭവിക്കാൻ വേണ്ടിയുള്ള കൃപ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്തു. ഇവിടെ നാം ഏറ്റുപറയുന്നതിലൂടെയാണ് നമുക്ക് നമ്മുടെ ബന്ധങ്ങളൊന്ന് പുതുക്കുന്നതിലൂടെയാണ് നമുക്ക് ഈ ഒരു രക്ഷ അനുഭവിക്കാനായിട്ട് സാധിക്കുക. അടുത്തതായിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ പാപങ്ങളെ കുറിച്ച്, മൂലപാപങ്ങളെ കുറിച്ച് മാത്രമല്ല, തിരുസഭയുടെ കൽപ്പനകൾ, ദൈവകൽപ്പനകൾ, ബന്ധങ്ങൾ, അടുത്ത് നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ.
കുടുംബങ്ങളായിട്ട് ജീവിക്കുന്ന നമുക്ക് ഒരു അപ്പൻ എന്ന രീതിയിൽ, അമ്മ എന്ന രീതിയിൽ, മക്കൾ എന്ന രീതിയിൽ, മരുമക്കൾ എന്ന ഒക്കെ രീതിയിൽ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ അത് കുടുംബത്തിലുണ്ട്, സഭയിലുണ്ട്, സമൂഹത്തിലുണ്ട്. ഇതെല്ലാം നാം ചിന്തിക്കുകയും അവിടെയൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തി ചെയ്യുകയും വേണം. ഇവിടെ ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ഒരു താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു കുടുംബ യൂണിറ്റുകളിൽ പ്രസിഡന്റ് ആവുക അല്ലെങ്കിൽ മറ്റുള്ള ഉത്തരവാദിത്തം ഇവിടെയൊക്കെ എടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പള്ളിയില് തിരുനാളിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത്. പക്ഷെ എന്റെ സഭയില് അത് എല്ലാവരെയും പോലെ ഞാനും ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടതാണെന്ന് തിരിച്ചറിവുണ്ടായപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ വർഷം എന്റെ ഇടവേദാലയത്തിൽ വിവാഹരീശം പറയുമ്പോൾ തിരുനാളിന്റെ കൺവീനറായിട്ട് ആ സ്ഥാനം ഏറ്റെടുത്തു. 2, 3, 4 വർഷക്കാലം കുടുംബ യൂണിറ്റുകളുടെ ഭാരവാഹിത്വങ്ങളിലൂടെ കടന്നുപോയി. ഇപ്പോൾ എന്റെ നാട്ടിൽ പല കാര്യങ്ങളൊക്കെ ഞാൻ ഏൽപ്പിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടങ്ങളിലൊക്കെ ഒരു വ്യക്തി കിണറ്റിൽ പോയി മരിച്ചു. കഴിഞ്ഞ ദിവസം ഒരാൾ വെള്ളത്തിൽ പോയി മരിച്ചു. ഞാൻ എന്റെ ഇവിടെ പെരിയാർ നദിയുടെ തീരത്താണ്. അവിടെയൊക്കെ നമുക്ക് കുറെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യാനും ആ വ്യക്തിയുടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിലെ മറ്റുള്ളവരോടൊപ്പം അനേകർ അതിനുണ്ട്. അവരോടൊപ്പം കൂടെ നടന്ന് അങ്ങനെ സമൂഹത്തിന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്റെ കുടുംബത്തിൽ ചെയ്യേണ്ട, അപ്പൻ എന്ന രീതിയിൽ ചെയ്യേണ്ട ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്റെ കുടുംബത്തെ ഒരുമിച്ച് കുർബാനയ്ക്ക് കൊണ്ടുപോകേണ്ടത്, സമയാസമയങ്ങളിൽ അവർ കുംഭസാരത്തിന് അല്ലെങ്കിൽ അനുതാപ ശുശ്രൂഷ സ്വീകരിക്കാൻ അവർ ഒരുക്കേണ്ടത്, അവരുടെ സുവിശേഷ പ്രഘോഷണ വേലകളിലെ അങ്ങനെ എല്ലാത്തിലും അവർ ഉത്തരവാദിത്തത്തോടെ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങളൊക്കെ എന്റേത് തന്നെയാണ്. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ് അത് ഞാൻ ചെയ്യാതെ പോകുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കണം. അടുത്തതായിട്ട് എനിക്ക് ലഭിച്ചിരുന്ന താലന്തുകൾ, എന്റെ കഴിവുകൾ, സമ്പത്ത്, ആരോഗ്യം, സമയം, സ്വാധീനം, അറിവ്, ഇതെല്ലാം വേണ്ട രീതിയിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണോ, ആ ദൈവം നൽകിയ സ്നേഹത്തിന്റെ ആ പ്രതിഫലനത്തോടു കൂടി തന്നെയാണോ ഞാൻ അത് ഉപയോഗിക്കുന്നത്, അതെയോ ഇതെല്ലാം ഞാൻ ദുഷ്ടലാക്കോടു കൂടിയാണോ ഞാൻ ഉപയോഗിക്കുന്നതൊക്കെ ചിന്തിക്കുകയും അതിനനുസരിച്ച് അത് കണ്ടെത്തി അത് ഏറ്റുപറയാൻ ഞാൻ തയ്യാറാണ്. അടുത്താണ് സ്നേഹത്തിന്റെ പുതിയ കൽപ്പന. യോഹന്നാൻ 15:12 ഈശോ പറയുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്നുള്ളത്. ആ കൽപ്പന ഞാൻ എവിടെയെങ്കിലുമൊക്കെ ലംഘിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. അടുത്താണ് ദൗത്യം. നമുക്കെല്ലാമുള്ള ഏക ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണം എന്നുള്ളത്. ആ ദൗത്യത്തിൽ നിന്ന് എവിടെയെങ്കിലൊക്കെ ഞാൻ പിന്മാറി പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കും. ഇവിടെ വരെ ഞാൻ ഓർക്കുന്ന കാര്യമുണ്ട്. എന്റെ ജീവിതത്തില് ഇങ്ങനെ ഏറ്റവും അടുത്തടുത്ത് കുമ്പസാരിക്കാനായിട്ട് ഒരുങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ കുമ്പസാരിക്കുമ്പോഴാണ് കൂടുതൽ ദൈവത്തിന് അനുഗ്രഹങ്ങൾ എനിക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്റെ ജീവിതത്തിലും അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലൊക്കെ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ തമ്മിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. മുന്നോട്ട് നീങ്ങാനാകാത്തൊരവസ്ഥയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഓടിച്ചെന്ന് ഞങ്ങൾ ഒരുമിച്ച് കുമ്പസാരിക്കാനായിട്ട് പോകും. കുടുംബം ഒരുമിച്ച് നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ച് വരുമ്പോൾ അത് രോഗാവസ്ഥയാകട്ടെ, സാമ്പത്തിക പ്രശ്നങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മക്കളുടെ വിദ്യ, അല്ലെങ്കിൽ എന്തെങ്കിലും തന്നെ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിരുന്നാലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള കൃപ ഉണ്ടാകും. അതോടൊപ്പം വചനം ആഴത്തിൽ വായിക്കുവാനും എല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് പോകാനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഉണർവും ഉത്സാഹവും ഒക്കെ ഉണ്ടാകുന്നത് ഈ ഒരു ഏറ്റുപറച്ചിലൂടെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഞങ്ങളുടെ ജീവിതത്തെ വീണ്ടും ദൈവമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോഴാണ്, അല്ലെങ്കിൽ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അവന്റെ കരങ്ങളിൽ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് ഏൽപ്പിക്കുമ്പോഴാണ് ഇതിനെല്ലാം സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റുപറച്ചിലാണ്. 1 യോഹന്നാൻ 1:9 വീണ്ടും നമ്മൾ ഓർപ്പിക്കുന്നു, നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്ത നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിക്കാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ ഈ കഴിഞ്ഞ ആഴ്ചകളൊക്കെ കുമ്പസാരിച്ചവരാ. എങ്കിലും നമ്മളൊന്ന് എല്ലാം പൂർണ്ണമായിട്ട് പാവങ്ങളെ കുറിച്ച് ഏറ്റുപറയാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് അഹങ്കാരം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ പോരാ. ഇനി ഞാൻ അഹങ്കരിച്ചു എന്ന് പറഞ്ഞാൽ പോരാ. അത് ഞാൻ ആരോടാണ് അഹങ്കരിച്ചത്? എന്റെ വികാരി അച്ഛനോട് അഹങ്കരിച്ച കാര്യങ്ങൾ പറയുന്നതും, എന്റെ അപ്പനോട് പറയുന്നതും, എന്റെ അമ്മയോട് പറയുന്നതും, എന്റെ ഭാര്യയോട് പറയുന്നതും, എന്റെ മക്കളോട് പറയുന്നതും തമ്മിൽ നമ്മൾ അതിന്റെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അതിന് ഗൗരവത്തിൽ വ്യത്യാസമുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞെന്നുള്ളത്, അത് എത്ര തവണ പറഞ്ഞു എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം. അത് നമ്മൾ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ. ആരോട്, എപ്പോൾ, എങ്ങനെ, എത്ര പ്രാവശ്യം, ഇതെല്ലാം കണ്ടെത്തി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കുമ്പസാരിച്ചാണെങ്കിൽ പോലും ഈ ദിവസങ്ങളിൽ ഒന്ന് നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിക്കാൻ, നമ്മുടെ പാപങ്ങളെല്ലാം ഒന്ന് കണ്ടെത്തുവാനും വേണ്ടി എത്ര പ്രാവശ്യം ഞാൻ ചെയ്തു പോയി, എനിക്ക് വീഴ്ചകൾ പറ്റി. അതാണ് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും അടുത്തടുത്ത് കുമ്പസാരിക്കണമെന്ന് പറയാനുള്ള കാരണം. നമ്മുടെ ജോൺ പോൾ പാപ്പ ആഴ്ചയിൽ ഒരിക്കൽ 2.5 മണിക്കൂർ എടുത്തിട്ടാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും കുമ്പസാരിച്ചിരുന്നത്. വിശുദ്ധനായ വ്യക്തിയാണ്, വിശുദ്ധനാണ്. എന്റെ ഇടവ മധ്യസ്ഥയായ അമ്മ ത്രേസ്യ പുണ്യവതി നാമയത്തിലാണ് എന്റെ ഇടവ ദേവാലയം ഉള്ളത്. ഒരു ദിവസം 7 പ്രാവശ്യം കുമ്പസാരിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ഏറ്റവും അടുത്തടുത്ത് കുമ്പസാരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഏറ്റുപറച്ചിൽ നടത്തുമ്പോഴാണ് ദൈവത്തിന്റെ ഈ രക്ഷ നിരന്തരം അനുഭവിക്കാനായിട്ട് സാധിക്കുക. അപ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം നമുക്ക് അനുഭവിക്കാനും അത് പങ്കുവെച്ച് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, നന്നായിട്ട് അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നല്ല കുമ്പസാരം നടത്തി
എല്ലാ കടങ്ങളും എഴുതിത്തള്ളി എല്ലാത്തിനോടും ക്ഷമിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളുടെ ക്ഷമ ചോദിച്ചാൽ മാത്രം പോരാ, എല്ലാവരും ക്ഷമിക്കുവാൻ വേണ്ടിയിട്ട്. കുമ്പസാരം സമീപം നമ്മൾ പറയുന്നില്ലേ, എന്റെ പാവങ്ങൾ അല്ല എന്റെ സഹോദരൻ ക്ഷമിച്ചതുപോലെ തന്നെ എന്നോടും ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മളോട് കർത്താവ് ക്ഷമിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനും മറക്കുവാനും പൊറുക്കുവാനും ഒക്കെ ആയിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ യേശു നൽകിയ രക്ഷ നമ്മുടെ വിശ്വാസത്തിലൂടെ സ്വന്തമാക്കുവാനും അങ്ങനെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മക്കളായിട്ട് ജീവിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നവോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ജെറിക്കോ മതിലുകൾ ഉയർന്നു നിന്ന അതിൻ വലിപ്പം സാരമില്ല. ജെറിക്കോ മതിലുകൾ ഉയർന്നു നിന്ന അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്ന വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്ന വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. പ്രിയമുള്ളവരെ, നാളെ സഭ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. ആ ദൈവകരുണയുടെ തിരുനാളിനായി നമുക്ക് ഒരുങ്ങാം. ഒപ്പം നമുക്ക് ഇപ്പോൾ തിരുഹൃദയ പ്രതിഷ്ഠ നടത്താം. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കുവാൻ ഇടയായാൽ അങ്ങയോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിൽ ഉള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിൽ പ്രവേശിപ്പിക്കണമേ. ഞങ്ങൾ അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ ഹൃദയവും മാറിയ പിതാവും ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങൾ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോ മിശിഹായുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യേശുവേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രതിഫലം എന്താണെന്നും അതിന്റെ ഭാഗമായ കുമ്പസാരത്തെ പറ്റി നമുക്ക് പറഞ്ഞു തന്ന ജനിച്ചേട്ടന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഗാനം ആലപിച്ച മിനി ചേച്ചിക്കും തിരുഹൃദയ പ്രതിഷ്ഠ നടത്തിയ മാണിച്ചേട്ടനും നന്ദി പറയുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ക്ലാസ് വിശ്വാസ പ്രത്യുത്തരം കുടുംബജീവിതത്തിൽ എപ്രകാരം എന്നാണ്. അതിനായിട്ട് റെവറൻ ഫാദർ ഡോക്ടർ ജോഷി മയ്യാറ്റലിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് എന്നെ കാണാമോ? കാണുകയും ചെയ്യാം സാർ. കാണാം അല്ലെ? കേൾക്കാമല്ലോ? കേൾക്കുകയും ചെയ്യാം. ഓക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മള് വിശ്വാസ പ്രത്യുത്തരം കുടുംബത്തിൽ എന്നതാണ്
നമ്മള് ഇന്ന് ധ്യാനിക്കുന്ന കാര്യം. പ്രത്യേകിച്ച് നമുക്ക് ജെനി ഈ ഒരു വിശ്വാസ പ്രത്യുത്തരം അത് കുംഭസാരം എന്ന കൂദാശയെ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിച്ചു. നോക്കുക, വിശ്വാസ പ്രത്യുത്തരം സത്യത്തിൽ ആദ്യത്തെ വീട്ടില് ഒരു വിശ്വാസ പ്രത്യുത്തരം അവിടെ നടന്നു. നടക്കാൻ നല്ല അവസരം ഉണ്ടായിരുന്നു. നടന്നു എന്നല്ല, നടക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. ദൈവം പറഞ്ഞു, നിങ്ങള് ഇതിനൊക്കെ കഴിച്ചോളൂ, പക്ഷെ ജീവന്റെ വൃക്ഷത്തിൽ അല്ല, നന്മതിന്മകളുടെ വൃക്ഷത്തിൽ ഭക്ഷിക്കേ. സത്യത്തിൽ അത് ദൈവം അവർക്ക് ആ കുടുംബത്തിന് വെളിപ്പെടുത്തി കൊടുത്തൊരു യാഥാർത്ഥ്യമായിരുന്നു. അതിന്ന് തിന്നിട്ട് അത് തിന്നുന്ന ദിവസം നിങ്ങൾ മരിക്കും. അവർക്ക് വിശ്വാസ പ്രത്യുത്തരം നൽകാൻ നല്ലൊരു അവസരമാണ്. അതായത് ദൈവം പറഞ്ഞതനുസരിച്ച് ആ വൃക്ഷത്തിൽ നിന്ന് മാത്രം ഭക്ഷിക്കാതിരുന്ന് ബാക്കി എല്ലാ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിച്ച് സന്തോഷമായിട്ട് പറുദീസയില് ദൈവത്തോടൊത്ത് ദൈവ സാന്നിധ്യത്തിൽ വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ സംഭവിച്ചത് എന്താ? വിശ്വാസത്തിന്റെ പ്രത്യുത്തരമല്ല, മറിച്ച് അവിശ്വാസത്തിന്റെ മാത്സര്യമാണ് അവർ കാണിച്ചത്. നോക്കുക, ഇപ്പോൾ നമ്മൾ വിശ്വാസ പ്രത്യുത്തരം എന്ന് പറയുമ്പോൾ നമ്മള് റോമക്കാർക്കുള്ള ലേഖനത്തിൽ 2 പ്രാവശ്യം കാണാൻ പറ്റും. തുടക്കവും കാണാം, 2 പ്രാവശ്യം കാണാം. അവിടെ എന്താണ്? വിശ്വാസത്തിന്റെ അനുസരണം അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ വിധേയത്വം. അപ്പോ നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവിടുത്തേക്ക് വിധേയപ്പെടാൻ നമ്മൾ തയ്യാറാണ്. അപ്പോ നമ്മള് അനുസരണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനുസരണം, അനുസരിക്കുക, ഒത്ത ചരിക്കുക അല്ലെങ്കിൽ ഒത്ത ഒഴുകുക. സരിത്ത് എന്ന് വെച്ചാൽ നദിയാണ്. ഇത് അനുസരണം എന്ന് വെച്ചാൽ ഒത്ത ഒഴുകലാണ് അല്ലെങ്കിൽ ഒത്ത നീങ്ങലാണ്. അപ്പോ വിശ്വാസത്തിന്റെ അനുസരണം എന്നാൽ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന്റെ ഹിതത്തിനൊത്ത് നമ്മൾ ഒഴുകുന്ന ഏർപ്പാട്, കർത്താവിന്റെ ഹിതത്തിനൊത്ത് നമ്മുടെ കുടുംബം നീങ്ങുന്ന ഏർപ്പാടാണ്. അവിടെയാണ് വിശ്വാസ പ്രത്യുത്തരത്തിന് പല പ്രായോഗിക അർത്ഥങ്ങളും കൈവരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ജോഷുവയുടെ പുസ്തകത്തില് 24-ാം അധ്യായത്തില് ഒരു ഉടമ്പടിയുടെ കാര്യം പറയുന്നു. ശെഖേമില് വെച്ച് ഒരു ഉടമ്പടി ചെയ്യുന്ന കാര്യം പറയുന്നു. അവിടെ ജോഷുവ പറഞ്ഞത് എന്തായിരുന്നു? 24-ാം അധ്യായം 15-ാം വാക്യം. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കര നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്നു തന്നെ തീരുമാനിക്കുക. ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അത് കണ്ടോ? ജോഷുവ പറയുക, ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. തൊട്ടു പിന്നാലെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, അപ്പോൾ ജനം പ്രതിവചിച്ചു, ഞങ്ങൾ കർത്താവിനെ വിട്ട് അന്യദേവന്മാരെ സേവിക്കാൻ ഇടയാകാതിരിക്കട്ടെ. എന്നിട്ട് 18-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞങ്ങളും കർത്താവിനെ സേവിക്കും, അവിടുന്നാണ് നമ്മുടെ ദൈവം. നോക്കൂ, ജോഷുവയും കുടുംബവും പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ സേവിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വിശ്വാസ പ്രത്യുത്തരം കുടുംബത്തിൽ എന്ന വിഷയം ധ്യാനിക്കുന്ന നമുക്ക് ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിലെ ആ ഒരു ഭാഗം നമ്മുടെ മനസ്സിൽ ശരിക്ക് സൂക്ഷിക്കാം. ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും.
എങ്ങനെയാണാവോ ഒരു കുടുംബമായി കർത്താവിനെ സേവിക്കുന്നത്? ഒന്നാമത് വളരെ വ്യക്തമാണ്. ഒന്നാമത് കർത്താവിൽ ആശ്രയിക്കും എന്നാണ്. സത്യേക ദൈവത്തിൽ ആശ്രയിക്കും. എന്റെ കർത്താവല്ലാതെ മറ്റൊരു ആശ്രയം എനിക്ക്. അപ്പോഴ് വിശ്വാസത്തിന്റെ പ്രത്യുത്തരം എന്ന് പറയുന്നത് ആശ്രയത്തിലാണ്. പ്രിയപ്പെട്ടവര്, നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥതയോ ഉത്കണ്ഠയോ ഭയമോ ഒക്കെ ഉളവാക്കാൻ ഇടയാക്കുന്ന ചില സാഹചര്യങ്ങൾ പോലും ഉണ്ടായിരുന്നു വരാം. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും ഞാനും എൻ്റെ കുടുംബവും കർത്താവിലാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കുലുങ്ങുകയില്ല. കർത്താവിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. സുന്ദരമാണത്. വളരെ ഭംഗിയായിട്ട് 2-ാം സങ്കീർത്തനത്തിന്റെ അവസാനം അതാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇപ്പോഴ് നോക്കുക, കർത്താവിൽ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇനി കർത്താവിൽ ആശ്രയിക്കുന്നവരോ കുലുങ്ങുകയില്ല. കുലുങ്ങുകയില്ല. നമുക്ക് സങ്കീർത്തനത്തിലേക്ക് വരാം. സങ്കീർത്തനം വളരെ രസകരമായൊരു സങ്കീർത്തനമുണ്ട്. അത് 125 സംഖ്യ. കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തന്റെ ജനത്തെ വലയം ചെയ്യുന്നു. നമ്മൾ കൃത്യമായിട്ട് വിശ്വസിക്കണം, കർത്താവ് എന്റെ കുടുംബത്തെ വലയം ചെയ്തിരിക്കുകയാണ്. കർത്താവ് എന്റെ കുടുംബത്തിന് ചുറ്റും വലിയൊരു സംരക്ഷണം തീർത്തിരിക്കുന്നു. പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നും എന്നേക്കും തന്റെ ജനത്തെ വലയം ചെയ്യും. ഇവിടെ അങ്ങനെ കർത്താവിൽ ആശ്രയിക്കുക വിശ്വാസ പ്രത്യുത്തരത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം കർത്താവിലുള്ള ആശ്രയമാണ്. ഇനി കർത്താവിനുള്ള ആശ്രയം സാധാരണ അവസ്ഥകളിൽ, നോർമൽ അവസ്ഥകളിൽ, എല്ലാം ഭംഗിയായി പോകുന്ന അവസ്ഥകളിൽ കർത്താവിലുള്ള ആശ്രയമൊക്കെ നമുക്ക് കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ വലിയൊരു നഷ്ടമോ വലിയൊരു രോഗമോ അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധിയോ അല്ലെങ്കിൽ എന്തിനോ കുടുംബത്തിനൊരു മരണം തന്നെയോ ഒക്കെ സംഭവിക്കുമ്പോൾ കർത്താവിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയും. അഥവാ കാറ്റും കോളും ഇങ്ങനെ നമ്മുടെ വള്ളത്തെ വല്ലാതെ ഇളക്കി മറിക്കുമ്പോൾ കർത്താവിൽ ആശ്രയിക്കാൻ നമുക്ക് കഴിയും. അല്പവിശ്വാസികളെ, നിങ്ങൾ സംശയിച്ചതെന്തിന്? ഈശോ തന്റെ ശിഷ്യന്മാരോട് ചോദിച്ച, അല്പവിശ്വാസികളെ നിങ്ങൾ സംശയിച്ചതെന്തിന്? വള്ളത്തില് അവിടെ തലയിണയില് തലയും വെച്ച് കിടന്ന് ഉറങ്ങുന്നു. ദൈവം അവിടെ ഉണ്ടെന്ന്, സംരക്ഷകനായ കർത്താവ് സ്വന്തം വള്ളത്തിലുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ രക്ഷകനായ കർത്താവ് നമ്മുടെ സംരക്ഷകനായി ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് നമ്മൾ വളരെ പെട്ടെന്ന് കുലുങ്ങുന്നത്, വളരെ പെട്ടെന്ന് അടിഞ്ഞു പോകുന്നത്, വളരെ പെട്ടെന്ന് വല്ലാത്ത നിരാശയിലേക്ക് അകലുന്നത്, വളരെ പെട്ടെന്ന് പരിഭ്രമിക്കുന്നത്? ഇവിടെ വിശ്വാസത്തിന്റെ പ്രത്യുത്തരം നമുക്ക്
ആശ്രയബോധത്തിലൂടെ 131 സങ്കീർത്തനം ഒന്ന് ആലോചിക്കുക. 131 സങ്കീർത്തനം വളരെ സുന്ദരമാണ്. കർത്താവേ, എന്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല, എന്റെ നയനങ്ങളിൽ നിങ്ങളവില്ല, എന്റെ കയ്യിൽ കവിഞ്ഞ വൻകാര്യങ്ങളിൽ വിസ്മയാവഹമായ പ്രവൃത്തികളിലും ഞാൻ വ്യാപൃതനാകുന്നില്ല. മാതാവിന്റെ മടിയിൽ ശാന്തനായി കിടക്കുന്ന ശിശുവിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി ശാന്തമായി ഇറങ്ങുന്ന ശിശുവിനെ പോലെയാണ് എന്റെ ആത്മാവ്. ഇസ്രായേലേ, ഇന്നും എന്നേക്കും കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. ഓ പ്രിയപ്പെട്ട കുടുംബമേ, കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒന്നാമത്തെ കാര്യമായിട്ട് കർത്താവിലുള്ള ആശ്രയവും കർത്താവിലുള്ള പ്രത്യാശയും, ഇതാണ് നമ്മൾ ഒന്നാമതായി പറയുന്നത്. ഇനി വിശ്വാസ പ്രത്യുത്തരം ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് ഏറ്റവും പ്രശ്നം പിടിച്ച നിമിഷത്തിലാണ് കേട്ടോ. ഡോക്ടർ പറയുന്നു, ഗർഭിണിയാണ്, പക്ഷെ അത് അമ്മയ്ക്ക് ദോഷം ചെയ്യും എന്ന് പറഞ്ഞാൽ നോക്കി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ നിലപാട്? ഒരു കച്ചവടം, ആ കച്ചവടത്തില് അവിടെ അല്പമൊന്ന് ഒരു അഴിമതി കാണിച്ചാൽ, കൈക്കൂലി കൊടുത്താൽ, മറ്റെന്തെങ്കിലുമൊക്കെ തരികിട കാണിച്ചാൽ വലിയ ലാഭമുണ്ടാവും. ഉറപ്പാണ്, വലിയ ലാഭമുണ്ടാവും. അവിടെ വിശ്വാസത്തിന്റെ പ്രത്യുത്തരം എന്തായിരിക്കും? പ്രിയപ്പെട്ടവരെ, ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും ക്രൂഷ്യലായ നിമിഷങ്ങളിലാണ് വിശ്വാസ പ്രത്യുത്തരത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി ഉള്ളത്. എനിക്ക് എന്തു നഷ്ടപ്പെട്ടാലും തോന്നാം, എന്റെ കർത്താവിനെ വിട്ടുള്ള ഒരു കളി. എന്തു നഷ്ടപ്പെട്ടാലും തോന്നാം, കർത്താവിനുള്ള വിശ്വാസവും കർത്താവിനുള്ള ധാർമ്മിക ജീവിതവും വിട്ടുള്ള ഒരു കളിയും. പ്രിയപ്പെട്ടവരെ, വിശ്വാസ പ്രത്യുത്തരം അത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കലാണ്, ക്രൈസ്തവ ധാർമ്മികതയിൽ ഉറച്ചു നിൽക്കലാണ്. സത്യത്തിൽ, നീതിയിൽ, ആത്മാർത്ഥതയിൽ, പ്രവാചക ധീരതയിൽ ഉറച്ചു നിൽക്കലാണ് വിശ്വാസത്തിന്റെ പ്രത്യുത്തരത്തിന്റെ മറ്റൊരു ലക്ഷണം. വിശ്വാസ പ്രത്യുത്തരത്തിന്റെ വേറൊരു ലക്ഷണം എന്താ? ഇതുവരെ നമ്മൾ പറഞ്ഞതല്ല, നമ്മുടെ ജീവിത ബന്ധിയായ കാര്യങ്ങൾ. ഇനി വിശ്വാസ പ്രത്യുത്തരത്തിന്റെ മറ്റൊരു ലക്ഷണം എന്താ? അത് ആചാരത്തിന്റെയും കൂടിയാണ്. ജീവിതം മാത്രമല്ല, ആചാരം. അവിടെയാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുന്നത്. കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തും. വിശ്വാസ പ്രത്യുത്തരത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ കുടുംബം ഒന്നായി വിശ്വാസപരമായ കാര്യങ്ങളിൽ എപ്പോഴും ഉത്സാഹത്തോടെ മുന്നേറും. ഉദാഹരണം, ദിവ്യബലി, അതുപോലെ നേരത്തെ പറഞ്ഞ ഉപസാരം, വിശ്വാസി സമൂഹത്തിലുള്ള ഉൾച്ചേരൽ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വാസ പ്രത്യുത്തരത്തിന്റെ ഭാഗം തന്നെയാണ്. ഇവിടെ എനിക്ക് സമയം എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് സമയത്തിന്റെ കാര്യം വരുമ്പോൾ നിങ്ങളൊന്ന് മൈക്ക് ഓണാക്കുകയോ ഒന്ന് വീഡിയോ ഓണാക്കുകയോ ചെയ്താൽ നേരത്തെ തന്നെ നിൽക്കുകയാണ്. അപ്പോഴേ നമ്മള്
വിശ്വാസ പ്രത്യുത്തരത്തിന്റെ മൂന്നാമത്തെ മേഖല ഞാൻ പറഞ്ഞല്ലോ, അത് ആചാരത്തിന്റെ മേഖലയാണ്. അത് പ്രാർത്ഥന, കൂദാശകൾ, ഇതെല്ലാം അവിടെ തീർച്ചയായിട്ടും. പ്രിയപ്പെട്ടവരെ, വിശ്വാസ പ്രത്യുത്തരത്തിന്റെ മറ്റൊരു മേഖല അത് പ്രഘോഷണത്തിന്റെ മേഖലയാണ്. പ്രഘോഷണത്തിന്റെ മേഖലയാണ്. കർത്താവിൽ എന്റെ വിശ്വാസം അത് മറ്റുള്ളവർക്കും പകർന്നു കിട്ടണം. കർത്താവിൽ അവരും വിശ്വസിക്കണം. അങ്ങനെ ഞാൻ വിശ്വസിച്ചാൽ അതിന്റെ അർത്ഥം ഞാനൊരു മിഷണറിയായി മാറിയെന്നില്ല. ഞാൻ മിഷണറിയായി മാറിയാൽ ഇതിന്റെ അർത്ഥം ഞാൻ കർത്താവിലേക്ക് ചുറ്റുപാടുന്നവരെ നയിക്കാൻ എന്റെ ഭാഗത്തു നിന്നെല്ലാം ചെയ്യും എന്നുള്ളതാണ് വിശ്വാസ പ്രത്യുത്തരത്തിന്റെ നാലാമത്തെ തലമാണ്. ഇനി വിശ്വാസ പ്രത്യുത്തരത്തിന്റെ മറ്റൊരു പ്രായോഗികത നോക്കൂ. നമ്മൾ അറിയുന്നു കർത്താവ് സത്യേകതയും അവിടുന്ന് നമ്മുടെ രക്ഷകനാണ്. ഈശോ നമ്മെ രക്ഷിച്ചിരിക്കുന്നു. നമ്മള് സ്വർഗത്തിന് അർഹരാണ്. ഇതൊക്കെയാണെങ്കിലും ചിലർക്ക് മരണത്തെക്കുറിച്ചുള്ള ചിന്ത വലിയ ഭയം. മാത്രമല്ല സ്വന്തം മരണത്തെക്കുറിച്ച് ഉള്ള മരണഭയം ഒക്കെ മനസ്സിലാക്കാം. ഇനി മറ്റൊന്ന്, നമ്മുടെ മരണം, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്ടിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ നിമിഷം, നമ്മുടെ അത് സ്വന്തം മരണമോ മറ്റുള്ള ബന്ധപ്പെട്ടവരുടെ മരണമോ, ആ നിമിഷങ്ങളിൽ വിശ്വാസ പ്രത്യുത്തരത്തിന്റെ നിമിഷങ്ങളായി മാറി. ഈശോ ഒന്ന് ആലോചിച്ച് നോക്കി. ഈശോ എന്താ ചെയ്തേ? പിതാവേ, അങ്ങേ കരങ്ങളിൽ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. തന്റെ ആറിലേക്ക് ചായുന്ന ഏർപ്പാടായിരുന്നു അത്. വിശ്വാസ പ്രത്യുത്തരം വളരെ പ്രധാനപ്പെട്ട ഒരു ഫലമാണ്. പ്രിയപ്പെട്ടവരെ, മരണ സംബന്ധിയായ കാര്യങ്ങളിൽ സമ്പൂർണ്ണ സമർപ്പണം. ഒരു വലിയൊരു രോഗം ബാധിച്ചു വ്യക്തിത്വം നമ്മൾ വിചാരിക്കാത്തൊരു സമയത്ത് നമ്മൾ അറിയുന്നു എന്തൊരു രോഗം ബാധിച്ചു. എന്ത് ചെയ്യും? അസ്വസ്ഥത, ആകെ അസ്വസ്ഥത. പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായി മാനസികമായ തലത്തില് അത്തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഒരു സമർപ്പണത്തിന്റെ ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ വരണം. കർത്താവേ, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം നിറവേറ്റി. ഈശോ പറഞ്ഞില്ലേ, കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം. എന്നാൽ എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, സമർപ്പണം, സറണ്ടർ അത് രോഗത്തിന്റെ നിമിഷമാണ്, മരണത്തിന്റെ നിമിഷമാണെങ്കിലും സറണ്ടർ. The Lord is there, don't worry. The Lord is there. കർത്താവ് ഇവിടെയുണ്ട്. സറണ്ടർ. ഇനി ഈ സറണ്ടറിലൂടെ എന്താ സംഭവിക്കുന്നത്? സറണ്ടറിലൂടെ സംഭവിക്കുന്നത് ജീവന്റെ അതിനാഥന്റെ ആ ജീവന്റെ ഒരു മേഖലയിലേക്ക് നമ്മൾ കടക്കാം. കാരണം അവിടെ നിന്നാണ് ജീവനുള്ളത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് രോഗത്തിന്റെയോ മരണത്തിന്റെയോ അതുപോലുള്ള വൻ ദുരന്തങ്ങൾ എന്ന് ചിലരെങ്കിലും കരുതുന്ന കാര്യങ്ങളുടെ സംഭവങ്ങളുടെ ഒക്കെ നിമിഷത്തിൽ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ മനസ്സ്, അത് വിശ്വാസ പ്രത്യുത്തരത്തിന്റെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും ഉന്നതമായ രൂപം
ആണ്. അപ്പോഴ് നമ്മള് ബൈബിളില് ഉടനീളം നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ കർത്താവിൽ പൂർണ്ണമായി സമർപ്പിച്ച് വിശ്വാസ പ്രത്യുത്തരം ചെയ്തവൻ. അബ്രാഹാം അതിന്റെ വളരെ സുന്ദരമായ ഒരു ഉദാഹരണമായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലെ? അബ്രാഹാം ആത്മോറ്റ കാത്തിരുന്ന അവസാനം കിട്ടിയ കുഞ്ഞ അല്ലേ ഇസാക്ക്. ദൈവം അപ്പോഴേക്കും പറഞ്ഞു, ആ കുഞ്ഞിങ്ങനെ സംസാരിച്ചിട്ട് വരുന്നു, നല്ല ഒരു ഓമനത്തുള്ള കുഞ്ഞ്. അങ്ങനെ വരുമ്പോ ദൈവം പറയുന്നു ബലി കഴിക്കണം. ഇവിടെ ഒരു ബലി കഴിക്കണം എന്ന് പറയുമ്പോ അർത്ഥം എന്താണ്? ബലി കഴിക്കണം എന്ന് പറയുമ്പോ ആ കുഞ്ഞിനെ ബലി കഴിക്കണം എന്നതിന്റെ അപ്പുറം നിന്നെ തന്നെ നീ ബലി കഴിക്കണം എന്നാണ്. അവിടെയാണ് സമർപ്പണമുള്ളത്. അപ്പോ സമർപ്പണത്തിന്റെ തലത്തിലേക്ക് സമയമായിട്ടൊന്ന് തോന്നുന്നല്ലേ? ഓക്കെ ഇപ്പോ സമർപ്പണത്തിന്റെ തലത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വാസ പ്രത്യുത്തരം കുടുംബത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ ഏതാണ്ട് 4-5 കാര്യങ്ങളാണ് പറഞ്ഞത്. വളരെ ലളിതമായ കാര്യങ്ങളാണ്, പക്ഷെ അവ നമുക്ക് കൂടുതൽ നമ്മുടെ കുടുംബത്തിൽ ചർച്ചാ വിഷയമാക്കാം, ധ്യാന വിഷയമാക്കാം, പ്രാർത്ഥനാ വിഷയമാക്കാം. ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബം വിശ്വാസ പ്രത്യുത്തരത്തിൽ അങ്ങേയറ്റം ഉയരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതി. അച്ഛാ, ഞങ്ങൾക്ക് ഒരു ആശീർവാദം കൂടെ തരാം അച്ഛാ. ഓക്കെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരും. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണം. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, പിന്നെ ഞങ്ങൾ എത്തിച്ചോളും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു. നമുക്ക് വേണ്ടി ഇപ്പോൾ വിശ്വാസ പ്രത്യുത്തരം കുടുംബത്തിൽ എപ്രകാരമാണെന്ന് പങ്കുവച്ചെന്ന് ജോഷി മാറ്റിലച്ചന് നന്ദി പറയുന്നു. ഇനി അടുത്തതായിട്ട് യേശുപിതാവിനോടുള്ള പ്രാർത്ഥന ചൊല്ലാനായിട്ട് ഫ്രാൻസിസ് ജോസഫിനെ ക്ഷണിക്കുന്നു. ഭാഗ്യപ്പെട്ട മാറിയ പിതാവേ, ജനങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേപ്പക്കൽ ഓടി വന്ന് അങ്ങേ പരിശുദ്ധ സേവശേഷം അങ്ങേ മധ്യസ്ഥയെ ഞങ്ങളിപ്പോൾ മനോശമനത്തോടെ യാചിക്കുന്നു. ദൈവജനനിയായ അമലോത്ഭവ കന്യകയോട് അങ്ങേ ഒന്നിപ്പിച്ച ദിവ്യസ്നേഹത്തെക്കുറിച്ചും ഉണ്ണീശോ അങ്ങ് ആലിംഗനം ചെയ്ത അങ്ങേ പൈതൃകമായ സ്നേഹത്തെക്കുറിച്ചും ഈശോമിശിഹാ തന്റെ ദൈവത്താൽ നേടിയ അവകാശത്തിന്റെ മേൽ കൃപയോടെ നോക്കണമെന്നും ഞങ്ങളുടെ ശക്തിയാലും മൗത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്നും സവിനയം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുകൃതത്തിന് എത്രയും വിവേകമുള്ള കാവൽക്കാരാ ഈശോമിശിഹായുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആദരിക്കണമേ. ഇത്രയും സ്നേഹമുള്ള പിതാവെ, അബദ്ധത്തിന്റെയും വഷളത്വത്തിന്റെയും കറളൊക്കെ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ എത്രയും വല്ലവനായ പാലക, അന്ധകാര ശക്തികളോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ. അങ്ങൊരിക്കൽ ഉണ്ണീശോയെ മരണകരമായ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിന്റെ തിരുസഭയെ ശത്രുവിന്റെ കണയിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ. ഞങ്ങൾ അങ്ങയുടെ മാതൃക അനുസരിച്ച് അങ്ങയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് പുണ്യജീവിതം കഴിക്കുവാനും നല്ല മരണം ലഭിച്ച് സ്വർഗത്തെ നിത്യഭാഗ്യം പ്രാപിക്കുവാനും തക്കവണ്ണം അങ്ങയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളെ എല്ലാവരെയും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ. ആമേൻ. ഇനി അടുത്തതായിട്ട് ഹോളി ഹോം മിനിസ്ട്രി നടത്തുന്ന മിഷൻ യാത്രയെ പറ്റി സംസാരിക്കാനായിട്ട് ഷിജു ജോസഫിനെ ക്ഷണിക്കുന്നു.
സ്നേഹമുള്ളവരെ, നമ്മൾ ഒരുമിച്ച് ഓരോ ആഴ്ചയും ഇങ്ങനെ വിശ്വാസ ഒരു കുടുംബ യാത്രയിലൂടെ കടന്നു പോവുകയാണ്. നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മുടെ ഒരു കൂട്ടായ്മയെ ദൈവം കൂടുതൽ കൂടുതൽ ഓരോ ദിവസവും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നമ്മുടെ വളർച്ചയുടെ ജീവിതയാത്രയുടെ ഭാഗമായി നമ്മൾ നിർവഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ മിഷൻ പ്രവർത്തനം. നമുക്കറിയാം, നമ്മുടെ കൂട്ടായ്മയുടെ വലിയ ലക്ഷ്യം തന്നെ ഓരോ ക്രൈസ്തവ കുടുംബങ്ങളെയും മിഷണറി കുടുംബമാക്കുക, പ്രേക്ഷിത കുടുംബമാക്കുക എന്നതാണ്. അപ്പം 10-ാം തീയതി നമ്മൾ കേരളത്തിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു. 36 പേരാണുള്ളത്. 4 ഫാമിലി മുഴുവനായിട്ടും, 5 ഫാമിലി മുഴുവനായിട്ടും മറ്റ് 4 പേരും ഈ യാത്രയിൽ നമ്മളോടൊപ്പം ഉണ്ട്. 10-ാം തീയതി ഉച്ചയോടുകൂടിയാണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നത്. രാവിലെ തൃശ്ശൂർ ഞങ്ങൾ എത്തും. അഭിവന്ദ്യ തട്ടിൽ പിതാവിനെ കണ്ട് പിതാവിന്റെ ആശീർവാദം വാങ്ങിയിട്ട് നമ്മൾ മിഷൻ യാത്ര ആരംഭിക്കുകയാണ്. 28-ാം തീയതി വരെ പഞ്ചാബിലെ 3 സ്ഥലങ്ങളിലായിട്ടാണ് നമ്മൾ ഏകദേശം ഒരു 10-12ഓളം വില്ലേജുകളിലൂടെ നമ്മൾ പോകും. എല്ലാ വില്ലേജിലും പകൽ വിസിറ്റിങ്ങും ഈവനിങ് കൺവെൻഷനുമാണുള്ളത്. ഈവനിങ് കൺവെൻഷൻ എല്ലാ വില്ലേജുകളും അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രത്യേകമായ പ്രാർത്ഥന വില്ലേജുകളിലൊക്കെ സുവിശേഷം പങ്കുവെച്ച് ആ സുവിശേഷ പ്രഘോഷണത്തിലൂടെ ധാരാളം ആളുകൾ വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നാം താമസിക്കുന്ന ഒക്കെ ഒരു വീടുകളിലാണ്. ആ കുടുംബങ്ങളിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 കുടുംബം വെസ്റ്റ് ബംഗാളിന് പോകും. മെയ് 25-ാം തീയതിയാണ് തിരിച്ച് നാട്ടിലെത്തുന്നത്. അപ്പം ദീർഘമായിട്ടാണ് ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു മിനിസ്ട്രി ഇങ്ങനെ മിഷൻ യാത്ര ധാരാളം നടത്തിയിട്ടുണ്ട്, ധാരാളം ദിവസങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ കുടുംബമായി ഇങ്ങനെ ഒരുമിച്ചൊരു യാത്ര ആദ്യമാണ്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളടക്കം, കൈക്കുഞ്ഞുങ്ങളടക്കം, നമ്മൾ മുതിർന്നവർ, പ്രായമായവർ എല്ലാവരും കൂടിയാണല്ലോ പോകുന്നത്. അപ്പം മറ്റ് പ്രയാസങ്ങളൊന്നുമില്ലാതെ പോകാനും ഏറ്റവും ഫലപ്രദമായി ആ സുവിശേഷം ജീവിക്കാനും പങ്കുവെക്കാനും ഒക്കെ ഇടയാകാനായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ എല്ലാ ദിവസവും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന നിങ്ങൾ ഓർക്കുക. ഇത് കുർബാന അർപ്പിക്കുമ്പോൾ ഓർക്കുക, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. 2, നിങ്ങളുടെ ഒരു വാക്കുകൾ, നല്ല വാക്കുകൾ, പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ, ഒരു ക്ഷേമം അന്വേഷിക്കലൊക്കെ ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ നിങ്ങളുടെ ഈ കയ്യിൽ ഉണ്ടാകും. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ വിളിക്കാം. തീർച്ചയായും അത് ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനവും ഒരു ബലവും ഒക്കെ ആയിത്തീരും. ഒന്ന്, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ട് നമുക്ക് ധാരാളം 2-2.5 ലക്ഷം രൂപയോളം നമുക്ക് എക്സ്പെൻസ് വരും. ഏതെങ്കിലും തരത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകിയ സമ്പത്തിന്റെ ഒരു വിഹിതം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒക്കെ സമ്പത്തിന്റെ ഒരു വിഹിതം നിങ്ങൾക്ക് ഇതിനോട് ചേർത്ത് വെക്കാൻ കഴിയുമെങ്കിൽ അതും ഒരു സഹായകമാണ് എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. അതായത് നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മുടെ പോകുന്ന കുഞ്ഞുങ്ങളെല്ലാം, നമ്മൾ 18-20ഓളം കുഞ്ഞുങ്ങളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അത് കൈക്കുഞ്ഞുങ്ങൾ മുതൽ +2 കഴിഞ്ഞ് ഡിഗ്രി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വരെയുണ്ട്. അവരുടെ ദൈവവിളിയിൽ ആഴപ്പെടാൻ, വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടാനൊക്കെ ഈ യാത്ര ധാരാളം അത്തരത്തിൽ അവർക്ക് അനുഗ്രഹമാകാൻ വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമുക്ക് അടുത്ത ശനിയാഴ്ചയൊക്കെ നമ്മൾ ഇതിൽ പങ്കുചേരുമ്പോൾ അവിടെ നിന്നായിരിക്കും ഞങ്ങൾ പങ്കുചേരുന്നത്. ഏതായാലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ സാന്നിധ്യത്തിനും നിങ്ങളുടെ നല്ല വാക്കുകൾക്കും മറ്റെല്ലാ വിധത്തിലുള്ള സഹകരണത്തിനും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നമ്മുടെ ഈ ഒരു കുടുംബം ഒരുമിച്ച് ഞങ്ങൾ യാത്രയിലാണെങ്കിലും നമ്മളെല്ലാം ഒരുമിച്ചാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം നിർവഹിക്കുന്നത്. അപ്പൊ നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് പ്രോത്സാഹിപ്പിച്ച് കൂടുതൽ സൂക്ഷ്മതയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ആമേൻ. അടുത്തതായിട്ട് അറിയിപ്പുകൾക്കായിട്ട് താങ്ക് യു ശ്രീചേട്ടാ. അടുത്തതായിട്ട് അറിയിപ്പുകൾക്കായിട്ട് ജിജോ അറക്കലിനെ ക്ഷണിക്കുന്നു. സ്വീകരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഈശോയുടെ പീഡാനുഭവ ഉയർപ്പ് തിരുനാളിന്റെ സമാപനം കുറിച്ചുകൊണ്ട് കൂടുതൽ തീക്ഷ്ണതയോടെ ഈശോയോടൊപ്പം യാത്ര ചെയ്യുന്ന എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ മിഷൻ യാത്രയെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്തു. 36 പേര് വലിയൊരു യാത്രക്കായി ഒരുങ്ങിക്കൊണ്ട് പോകുന്നു. അവരെ സമർപ്പിച്ചുകൊണ്ട് നാളെ മുതലുള്ള ദിവ്യബലിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ നമുക്ക് അവരെ ഓർക്കാം. എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും രോഗപീഠകളിലും എല്ലാം കാത്തു പരിപാലിച്ച് തിരികെ വരുന്നത് വരെ പരിശുദ്ധ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുമ്പോൾ അത് അന്യഭാഷയിൽ അവർക്കെല്ലാം മനസ്സിലാക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ നിർബന്ധമുള്ള പ്രാർത്ഥനയിൽ ഓർക്കാം.
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് അവർക്ക് ക്രിസ്തുവിൽ പ്രവേശിക്കാനുള്ള കൃപ നൽകുന്നതിന് വേണ്ടി നമുക്ക് അവരുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. കൂടാതെ ഹോളികോം മിനിസ്ട്രിയുടെ അടുത്ത മാസം നടക്കുന്ന പ്രോഗ്രാമുകളൊക്കെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മെയ് മാസം അവസാനം SSLC കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന പ്രോഗ്രാം വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിൽ ചെല്ലാനും ഉള്ള അവിടെ ജൂൺ മാസത്തിൽ നടത്തുന്ന ശുശ്രൂഷയെ സമർപ്പിക്കാം. കൂടാതെ നമ്മുടെ 4ാമത്തെ ബാച്ചിന്റെ 5ാമത്തെ സെഷനിലേക്ക് കടന്നു വരുന്ന ആളുകൾ വളരെ കുറഞ്ഞു പോയി. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരാഴ്ച ബ്രേക്ക് നൽകിയിരുന്നു. ആ ബ്രേക്കിൽ നിന്നും ആളുകൾ വിടുതൽ പ്രാപിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. സെൻട്രൽ മീറ്റിംഗിലും ആളുകൾ കുറവായിരുന്നു. അടുത്ത ആഴ്ച മുതലുള്ള ഞായറാഴ്ച മുതൽ നടത്തുന്ന വചന വിസ്മയത്തിൽ എല്ലാവരും പങ്കെടുക്കുവാനായിട്ട് വളരെ കുറവാണ് ആളുകളെങ്കിലും സബ്ഗ്രൂപ്പിലേക്ക് അതിന്റെ മെസ്സേജുകളൊക്കെ വരുമ്പോൾ വചന വിസ്മയം ചെയ്യുവാനും അടുത്ത ആഴ്ച വന്ന സബ്ഗ്രൂപ്പ് മീറ്റിങ്ങിലേക്കൊക്കെ പങ്കെടുക്കുവാനായിട്ടുള്ള ആത്മാർത്ഥമായിട്ട് പരിശ്രമം എല്ലാവർക്കും വേണം. ഒരു ബുദ്ധിമുട്ടും വിചാരിക്കാതെ വചന വിസ്മയം എല്ലാ ദിവസവും ചെയ്യുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശിക്ഷ നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ അവസാനിക്കുകയാണ്. ഇന്നിവിടെ എല്ലാവരും കൂടിയതിനും സെഷനുകളും ക്ലാസ്സുകളും ഒക്കെ എടുത്ത എല്ലാവർക്കും എല്ലാവരും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഉചിതമായ ഒരു പ്രത്യുത്തരം നൽകാൻ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. നന്ദി. നാളെ മുതല് നമ്മുടെ ഓൺലൈൻ പ്രയർ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ഞായറാഴ്ചകൾ തോറുമുള്ളത്. അപ്പോൾ അതിലും എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണമേ. പ്രാർത്ഥിച്ചൊരുങ്ങി വരണം. പ്രത്യേകിച്ച് നാളെ ദേവകാരുണ്യയുടെ തിരുനാൾ ദിവസം കൂടിയാണല്ലോ. എല്ലാവരുടെയും കൂടെ അനുവാദത്തോടെ എൻഡ് ചെയ്യാണ്. 10 മണിയാകാൻ പോവാണല്ലോ. വലിയ വേദന എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ. ഇന്നത്തെ മീറ്റിംഗിന്റെ MC ആയിരുന്നുകൊണ്ട് നല്ല രീതിയിൽ അത് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗും നമ്മുടെ ക്ലാസ്സുകളെല്ലാം കൺട്രോൾ ചെയ്ത ഒലീവിക്കുള്ള നന്ദി, അഭിനന്ദനങ്ങൾ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്.